بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى، وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى، وما يغني عنه ماله إذا تردى. إن علينا للهدى وإن لنا للآخرة والأولى. صدق الله العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم: ما من يوم غربت فيه الشمس إلا وملكان يناديان يسمعهما خلق الله كلهم إلا الثقلين: اللهم أعط كل منفق خلفا وكل ممسك تلفا. صدق شفيعنا رسول الله صلى الله عليه وسلم. أزكى الصلاة مع السلام المنتشر، ما لاح نجم والدياجي تعتكر، تترى على خيل البنين من مضر، من بين رسل الله واسيط الدرر، بحر العطايا المصطفى العالي القدر، أهل الشفاعة خير من جاء بالزبر، ركن الهدى وابل الندى وهو البدر، بتمامه ولنوره استحيا القمر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ആദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ പഠനത്തിന് ഏറ്റവും പ്രാധാന്യം കൂടിയ വിശുദ്ധ റമദാനിലെ നല്ല രാവുകളിൽ അതിനുവേണ്ടി സമയം നീക്കിവെച്ച് കുറച്ചാണെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന്
പഠിക്കാനും കേൾക്കാനും വേണ്ടി ഒരുങ്ങിയത് ഈ മാസത്തിലെ വലിയ സുഹൃതമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും പകർത്താനും ഒരുപാട് അറിവുകൾ പകർന്ന് ജീവിതത്തിൽ അനുഭവിക്കാനും പരിശുദ്ധ ഖുർആൻ പഠിച്ച് ആ ഖുർആൻ അനുസരിച്ച് അമല് ചെയ്ത് പാരത്രിക ലോകത്ത് എത്തുന്ന നേരത്ത് അഹ്ലുല്ലാഹി വ ഖാസ്വതുഹു, ഖുർആനിൻ്റെ ആളുകൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരും അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉൾപ്പെടാവുന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ പഠനത്തിന് അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ ലൈൽ, അതിൻ്റെ ആമുഖമാണ് ഇന്നലെ നാം ഓർമ്മപ്പെടുത്തിയത്. ആർക്കും മനസ്സിലാകും വിധം ഈ ലോകത്തുള്ള സൃഷ്ടിജാലങ്ങളെ സത്യം ചെയ്ത് അതെല്ലാം സംവിധാനിച്ച അള്ളാഹുവിലേക്ക് ചിന്തിക്കാൻ മനുഷ്യർക്ക് വലിയ പ്രേരണ നൽകി ഒരു വലിയ യാഥാർത്ഥ്യം അല്ലാഹു തആല തീർപ്പാക്കി പറഞ്ഞു, ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങൾ, അധ്വാനങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരുപോലെ പ്രതിഫലം നൽകപ്പെടുന്ന കർമ്മങ്ങളല്ല ഉള്ളത്. ആത്മാർത്ഥതയുടെയും സദുദ്ദേശത്തിൻ്റെയും വ്യത്യാസത്തിനനുസരിച്ച് കർമ്മഫലങ്ങൾ മാറിമറിയും. തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ചെറുതാണെങ്കിലും വലിയ സ്വീകാര്യതയും വലിയ പ്രതിഫലവും അല്ലാഹു തആല നിശ്ചയിച്ച് കണക്കാക്കി കൊടുക്കും. ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ അരുതായ്മകൾ വന്നു ചേരുകയും നിബന്ധനകളിൽ നിന്ന് ഒഴിവായ രീതിയിൽ പുറംപൂച്ച് മാത്രമായി തരം താഴുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ആ കർമ്മങ്ങളൊക്കെ ഉള്ള ആളാണ് എന്ന് പറയാൻ മാത്രം ഒരു കർമ്മമായി അത് തരം താഴ്ന്നു പോകും. നമ്മുടെ കർമ്മ മേഖല അള്ളാഹുവിലേക്ക് മാത്രമുള്ള കർമ്മ മേഖലയായി ഉയർത്തേണ്ടതുണ്ട്. ഏതാണെങ്കിലും, എത്ര ചെറിയ വിഷയമാണെങ്കിലും അതിൻ്റെ എല്ലാം ഏറ്റവും വലിയ മഹത്വം കിടക്കുന്നത് സദുദ്ദേശത്തിലൂടെയാണ്. ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നതുകൊണ്ട് മാത്രം പ്രതിഫലം നൽകപ്പെടുകയാണെങ്കിൽ വലിയ പ്രതിഫലം നൽകപ്പെടേണ്ട ഒരു വിഷയം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയാണ്. മക്കത്തുൽ മുക്കറമയിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് ഹിജ്റ പോകുന്ന സ്വഹാബിമാരോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലക്ഷ്യം നന്നാക്കണമെന്നായിരുന്നു. ഒരു ലക്ഷ്യത്തിന് മാത്രം കരുതി നിങ്ങൾ പുറപ്പെടണം. അൽ ഹിജ്റത്തു ഇലല്ലാഹി വ റസൂലി, അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കുമുള്ള പലായനം. വേറെ ഒന്നും നിങ്ങളുടെ യാത്രക്ക് പിന്നിൽ ഉണ്ടാകരുത്. അത് സുന്നത്തായ കാര്യമാണെങ്കിലും ഹലാലായ കാര്യമാണെങ്കിലും വേറെ എന്ത് വിഷയമാണെങ്കിലും. ഹിജ്റ പോകുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബി നല്ല ലക്ഷ്യം കരുതിക്കൊണ്ട് തന്നെ ഏതായാലും മദീനയിലേക്ക് പോകാൻ. മക്കയിൽ നിന്ന് ഒരു വിവാഹാലോചന വന്നു. മദീനയിലേക്ക് വന്നാൽ അത് നടക്കും എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഒരു ഉദ്ദേശം, നിക്കാഹ് വലിയ ഒരു നല്ല ഒരു പുണ്യകർമ്മമാണ്. പക്ഷേ ഹിജ്റയോടൊപ്പം അത് കരുതാവതല്ല. ഫമൻ കാനത്ത് ഹിജ്റതുഹു ലിദുന്യാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. മുഹാജിർ ഉമ്മു ഖൈസ് എന്നാണ് ആ സ്വഹാബിയെ അറിയപ്പെട്ടിരുന്നത്. ഉമ്മു ഖൈസ് ബീവിയെ ലക്ഷ്യമാക്കി ഹിജ്റ പോകുന്ന സ്വഹാബി.
ഉമ്മു ഖൈസ് ബീവിയെ വിവാഹം ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്. പക്ഷേ ഹിജ്റയോടൊപ്പം അതിനെ ചേർത്തിക്കൂടാ. എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ഹിജ്റ. ഇന്നുള്ള യാത്രയുടെ ഒരു സൗകര്യങ്ങളും അന്നില്ല. യാത്രാവേളയിൽ ഇടയിൽ വിശ്രമിക്കാനുള്ള ഹൈമകളില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങി വെള്ളം കുടിക്കാനുള്ള ഷോപ്പുകളില്ല. കയ്യിൽ കരുതിയ വെള്ളപാത്രത്തിലുള്ള വെള്ളം കുടിക്കുക. യാത്രക്കാരായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളിൽ നിന്ന് വല്ലതും കിട്ടിയാൽ അത് കുടിക്കാം, അത് കഴിക്കാം. പക്ഷേ അത്ര തീക്ഷ്ണമായിട്ട് പോകുന്ന യാത്രയാണെങ്കിലും കഷ്ടപ്പാട് കൊണ്ട് മാത്രം പ്രതിഫലം നൽകപ്പെടൂല. അധ്വാനം കൊണ്ട് മാത്രം പ്രതിഫലം നൽകപ്പെടൂല. ലക്ഷ്യം നന്നാവണം, അപ്പോഴേ കാര്യമുള്ളൂ. ഒരാൾ ഇഷ്ടം പോലെ ചെയ്തു, അയാൾ ആ ചെയ്ത കണക്കനുസരിച്ച് എല്ലാവരും പറഞ്ഞു ഉറപ്പാണ് അയാൾക്ക് കിട്ടും. പക്ഷേ ലക്ഷ്യം റെഡി അല്ലെങ്കിൽ തീർത്തും പ്രതിഫലം നഷ്ടപ്പെടും. കച്ചവടം ഉദ്ദേശിച്ച ആളുകളോട് പറഞ്ഞു മദീന നല്ല മാർക്കറ്റിംഗ് ഉള്ള സ്ഥലമാണ്, കച്ചവടം നല്ല വിഷയല്ലേ. ഈ ഹിജ്റയോടൊപ്പം അത് കരുതാൻ പറ്റൂല. അതെല്ലാ വിഷയത്തിലുണ്ട്. വഅദ് പറയാൻ വരുന്ന ഉസ്താദിനും ബാധകമാണ്, ദർസ് നടത്തുന്ന മുദരിസിനും ബാധകമാണ്, നിസ്കരിക്കാൻ പോകുന്ന വ്യക്തിക്കും ബാധകമാണ്, വഅദ് കേൾക്കാൻ വരുന്ന ഉമ്മ പെങ്ങന്മാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ ബാധകമാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, ഒരു മുദരിസ് ദർസ് നടത്തുമ്പോൾ, മുഅല്ലിം ഇൽമു പഠിപ്പിക്കുമ്പോൾ അയാളുടെ ലക്ഷ്യം നേരം പോക്കാണെങ്കിൽ തദ്രീസിന്റെ കൂലി കിട്ടൂല. ബാക്കിയൊക്കെ അതിലേക്ക് ചേർത്തി വായിച്ചാൽ മതി. എല്ലാം കൂടി പറയാൻ സമയം പരിമിതമാണ്. മുദരിസ് ദർസ് നടത്തുക എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു ഖിദ്മയാണെന്ന് ആലോചിച്ചു. ആ ദർസ് നടത്തുന്ന മുദരിസ് അതിന്റെ പിന്നിൽ ലക്ഷ്യമാക്കുന്നത് ഒരു നേരം പോക്ക് പറ്റില്ല. സുബഹിക്ക് പള്ളിയിലേക്ക് നടക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് വ്യായാമം. നിന്റെ നടത്തം വെറുതെയാവും. നിന്റെ ഉള്ളിലെ ലക്ഷ്യം ഒന്നാണ്, പള്ളിയിലേക്കുള്ള നടത്തം. വ്യായാമം ഒരു നബൈത്തൂർ എന്ന സംഗതി അല്ലല്ലോ. അത് ഉദ്ദേശിക്കാതെ തന്നെ കിട്ടും. ഉദ്ദേശം മാറരുത്. വാഹനമൊക്കെ അല്ലേ, എന്തിനാ നടന്നു പോകുന്നത്? പള്ളിയിലേക്കാ നടന്നു പോകുന്നത്. അതെങ്ങനെ? അങ്ങനെയാണ് ഉദ്ദേശം വേണ്ടത്, പള്ളിയിലേക്കാണ്. വാഹനം വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മദീന പള്ളിയിൽ വിയർത്തൊലിച്ച് പൊടിപടലങ്ങളൊക്കെ പുരണ്ട് ജമാഅത്തിന് നിത്യേന വരുന്നൊരു സ്വഹാബി ദൂരെ ദിക്കിൽ നിന്ന് നടന്നു വരും. പള്ളിയിലേക്ക് എത്തുമ്പോ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും. പൊടിപടലങ്ങളൊക്കെ മുടിയിലും ശരീരത്തിലൊക്കെ പാറി പൊതിഞ്ഞിട്ടുണ്ടാകും. വാഹനം വാങ്ങിക്കൊടുക്കാൻ ഒരു ഗോത്രം ഉദ്ദേശിച്ചപ്പോൾ ആ സ്വഹാബി നിരസിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഗ്രഹമുള്ള ആ ഗോത്രം ഇത് പരാതിപ്പെട്ടു, നബിയെ ഞങ്ങളെ ആഗ്രഹം, ഞങ്ങളെ സന്തോഷം കൊണ്ടാണ് ആ സ്വഹാബിക്കൊരു വാഹനം വാങ്ങിക്കൊടുക്കാം, പക്ഷെ അത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്താന്ന് അന്വേഷിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ആ മാഷാ അല്ലാഹ്, സലാം വറഹ്മത്തുള്ളാഹി, മർഹബ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതുവരെ എത്തുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന ഓരോ വിയർപ്പ് കണങ്ങളും എൻ്റെ ശരീരത്തിലേക്കും മുടിയിലേക്കും വിവിധ ഭാഗങ്ങളിലേക്കും പാറി വരുന്ന പൊടിപടലങ്ങളും ഓരോ കാലടിപ്പാടുകളുടെയും പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. വാഹനം കിട്ടിയാൽ എനിക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ ലക്ഷ്യം ആ നടത്തത്തിൽ വരുന്ന ഓരോന്നും എനിക്ക് ലാഭകരമാകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ മറുപടി പറഞ്ഞു, ജമഅല്ലാഹു ദാലിക കുല്ലഹു, അത് മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി തന്നു കഴിഞ്ഞു. നല്ല ലക്ഷ്യമാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ വാഹനം ഇപ്പോൾ സ്വീകരിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. സ്നേഹം കൊണ്ടാണ് ആ ഗോത്രവർഗം അങ്ങനെ ഉദ്ദേശിച്ചത്, ആ സ്വഹാബിക്ക് കൊടുക്കാൻ.
പക്ഷേ ആ സ്വഹാബിയുടെ ലക്ഷ്യം എനിക്ക് എന്നെ അടിച്ചു വീശുന്ന ഒരു പൊടിയും വെറുതെയാകരുത്. സഹോദരങ്ങളെ, അതെല്ലാം ഉറപ്പായിട്ടും ലഭിക്കും. അല്ലാഹു തആല കണക്കാക്കി തരും. പക്ഷേ അതിന് ലക്ഷ്യം നന്നാകണം. നടക്കുന്ന ആളും ഇരിക്കുന്ന ആളും ഓരോരുത്തരും ലക്ഷ്യം നന്നാക്കണം. ഇഖ്ലാസ് ആണല്ലോ മുഖ്യമുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പലപ്പോഴും സ്വഹാബത്തിനോട് പറയുന്ന ഹദീസാണ്, അഖ്ലിസ് ഖൽബക് യക്ഫികൽ അമലുൽ ഖലീൽ. നിന്റെ മനസ്സിനെ നീ നിസ്വാർത്ഥമാക്കണം. എന്നാൽ കുറഞ്ഞ അമല് മതി ഈ ചെറിയ ജീവിതത്തിൽ. നിന്റെ മനസ്സ് നീ നിസ്വാർത്ഥമാക്കണം. മനസ്സിൽ വേറെ ഒന്നും കയറിക്കൂടരുത്. മുതഅല്ലിമീങ്ങളോട് ഉസ്താദുമാര് പറയും, മൗലിദിന് പോകുമ്പോൾ മക്കളെ കാശ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കരുത്. കാശ് കിട്ടിയാൽ മുടക്കേണ്ടതില്ല, ഹദിയല്ലേ വാങ്ങാം. പ്രഥമമായ നിങ്ങളെ ലക്ഷ്യം അത് കാശാകരുത്. കാരണം നിങ്ങൾ പോകുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനാണ്. ആ സദസ്സ് ദുആഇന് ഇജാബത്തുള്ള നല്ലൊരു മജ്ലിസാണ്. ലക്ഷ്യം നന്നാക്കി നിങ്ങൾ അതിൽ ഇരിക്കണം. ഹദിയ സ്വീകരിച്ച് കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ അതിൽ യാതൊരു വിഷമവും ഉണ്ടാകരുത്. കാരണം നിങ്ങൾ പങ്കെടുത്തത് ചെറിയൊരു മജ്ലിസിലല്ല. എല്ലാവർക്കും ഉള്ള ലക്ഷ്യം അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ. എല്ലാ വിഷയത്തിനും അങ്ങനെ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും സ്വഹാബിമാരോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശമാണ്. അല്ലാഹു നമ്മോട് സത്യം ചെയ്തു പറഞ്ഞു, ഇന്ന സഅയകും ലശത്താ. നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ്, സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. ഏറ്റവും നല്ല സ്വഭാവവും ഏറ്റവും നല്ല കർമ്മവും ആരുടേതെന്ന് പറഞ്ഞു തരട്ടെ. ഏറ്റവും മോശപ്പെട്ടതും ആരുടേതാണെന്ന് പറഞ്ഞു തരട്ടെ. ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഏറ്റവും നല്ല കർമ്മ മേഖല വിജയിപ്പിച്ചവൻ ഫഅമ്മാ മൻ അഅതാ, നൽകേണ്ട മേഖലകളിലൊക്കെ നൽകി. ചെലവഴിക്കാൻ ബാധ്യതപ്പെട്ട മേഖലകളിൽ ചെലവഴിച്ചു. കുടുംബങ്ങൾക്ക് ചെലവഴിക്കണം. സമൂഹത്തിൽ കടപ്പെട്ട വിവിധ ആളുകളുണ്ട്, അവർക്കൊക്കെ ചെലവഴിക്കണം. നന്മയുടെ മുഖങ്ങളിലൊക്കെ ചെലവഴിച്ചു. ഏതെല്ലാം തരത്തിൽ ഒറ്റക്കും സാമൂഹ്യമായിട്ടും കുടുംബപരമായിട്ടും ബാധ്യതപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചെലവ് ചെയ്ത മനുഷ്യൻ വത്തഖാ, ചെലവ് ചെയ്യുക മാത്രമല്ല അവൻ വിശുദ്ധനായി ജീവിച്ചു, തഖ്വയുള്ളവനായി ജീവിച്ചു. എന്ന് പറഞ്ഞാൽ അവനിലേക്ക് വന്നു ചേരാൻ പാടില്ലാത്തത് മുഴുവനും സൂക്ഷിച്ച് പുറന്തള്ളി ജീവിച്ചു. അവനിലേക്ക് വന്നു ചേരാൻ പാടില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. വിശ്വാസ രംഗത്തുണ്ട്, കർമ്മരംഗത്തുണ്ട്, ആദർശ രംഗത്തുണ്ട്, അനുഷ്ഠാന രംഗത്തുണ്ട്. എല്ലാം അവൻ തടഞ്ഞു മാറ്റി. ചില തഫ്സീറുകളിൽ വത്തഖൽ മഹാരിം, ഹറാമുകളെ സൂക്ഷിച്ചു എന്ന് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. മുത്തഖിയായ ആള് ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു മേഖല പറഞ്ഞതാണ്. ഹറാമുകളെ മുഴുവനും സൂക്ഷിക്കുന്ന ആള് തികച്ചും അയാള് മുത്തഖിയാണ്. അല്ലാഹു തആലാന്റെ മാർഗത്തിൽ കൊടുക്കേണ്ട ഇടങ്ങളിലൊക്കെ കൊടുത്തു. ഒന്നാമത് പറഞ്ഞതാണ്, അത് മനുഷ്യനിൽ ബാധ്യതയുള്ള കാര്യമുണ്ട്. പുറപ്പെടുവിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചത് മുഴുവനും പുറപ്പെടുവിച്ചു എന്ന് എഴുതി വെച്ചു ചില മുഫസ്സിറുകൾ. എന്തെല്ലാം അല്ലാഹു തആല പുറപ്പെടുവിക്കാൻ അവരോട് പറഞ്ഞോ അതൊക്കെ പുറപ്പെടുവിച്ചു. അതിലേറ്റവും നിർബന്ധമായ മേഖലയും ഐച്ഛികമായ മേഖലയും ഉണ്ട്. നിർബന്ധദാനം സക്കാത്ത്, അത് പുറപ്പെടുവിക്കുന്നതിന് വിമ്മിട്ടം കാണിക്കരുത്. കച്ചവടക്കാർ അധികരിച്ച ഒരു കേന്ദ്രമാണ് നമ്മുടെ ഈ മേഖല. എല്ലാ കച്ചവടക്കാരും അവരവരുടെ സക്കാത്തിന്റെ വിഹിതം നിശ്ചയിക്കപ്പെട്ട ആളുകളിലേക്ക് കൊടുത്തു വീട്ടണം. അത് നൽകാതെ ബാക്കിയുള്ള റിലീഫുകൾ കൊണ്ടും മറ്റു സംഭാവനകളെ കൊണ്ടും ഓട്ടയടക്കരുത്. ആ നിർബന്ധദാനത്തിന് പകരമാകൂല കൊടുക്കുന്ന ബാക്കിയൊക്കെ. നിങ്ങൾ ഓരോ ദിവസവും പള്ളിക്കൽ ഇങ്ങനെ പോകുമ്പോൾ സംഭാവന ചോദിക്കുന്നതിലേക്കും പരിപാടിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു ഒരുപാട് സ്വതക്ക. നിർബന്ധദാനത്തിന്റെ വകുപ്പ് അത് വേറെ തന്നെ കൊടുക്കണം. അത് അതിൻ്റെ അർഹരിലേക്ക് തന്നെ കൊടുക്കണം.
അർഹരാണ് എന്ന് ബോധ്യപ്പെടുത്തി ആ ആളുകളിലേക്ക് തന്നെ കൊടുക്കണം. കച്ചവടക്കാരൊക്കെ അങ്ങനെ നിർബന്ധ വിഹിതം കൊടുക്കുകയാണെങ്കിൽ എത്ര കണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മുടെ നാട്ടിൽ സാധ്യമാകും അല്ലേ? ഉറപ്പാണ്. ഒന്ന് കൂട്ടി നോക്കി. അത്രയും അല്ലാഹു തആല തന്ന സൗകര്യങ്ങൾ, സംവിധാനങ്ങളാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ജീവിത മാർഗങ്ങൾ നിങ്ങൾക്ക് നാം വ്യത്യസ്ത രൂപത്തിൽ വർദ്ധിപ്പിച്ചു തന്നു. വലഖദ് മക്കന്നാകും ഫിൽ അർദ് വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്. ഭൂമിയിൽ വിവിധ സൗകര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിച്ചു തന്നു. ജീവിതോപാധികൾ വ്യത്യസ്ത രൂപത്തിൽ വർദ്ധിപ്പിച്ചു. നമ്മുടെ വാപ്പാര് ജീവിക്കണ കാലത്തുള്ള ജീവിതോപാധികളല്ല ഇപ്പോൾ ഉള്ളത്, ആണോ? അല്ല. അന്ന് ഇത്ര മാർക്കറ്റിങ്ങും ഇത്ര ബിസിനസ്സും ഒന്നും അന്ന് കൂടിയിട്ടില്ല. ഇന്ന് മണിക്കൂറുകൾക്കനുസരിച്ച് ലക്ഷങ്ങളുടെ ബിസിനസ് നടക്കുകയാണ്. അപ്പോ ജീവിതോപാധികൾ ഒരുപാട് തന്നു. പക്ഷെ എന്താ ഫലം? ഖലീലമ്മാ തഷ്കുറൂൻ. അല്ലാഹു തആല പറഞ്ഞു, സൗകര്യങ്ങളും സംവിധാനങ്ങളും ജീവിതോപാധികളൊക്കെ തന്നെങ്കിലും അതിന്റെ ഫലം വരുന്നത് അവിടെയാണ്. നന്ദിബോധമുള്ളവര് വളരെ കുറച്ചാണ്. കാരണം അല്ലാഹു തആല കൊടുക്കാൻ കൽപ്പിച്ച നിർബന്ധ ദാനം കൊടുക്കാന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതങ്ങനെയാണ് അതിന്റെ കറക്റ്റ്. കൊടുക്കുകയാണെങ്കിൽ എത്രയോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കഴിയും. ഫക്കീർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? ഫക്കീർമാരില്ലേ? ഉണ്ട്. മിസ്കീന്മാരില്ലേ? ഉണ്ട്. കടക്കാരില്ലേ? ഉണ്ട്. പുതുമുസ്ലിങ്ങളില്ലേ? അതുണ്ട്. 4 വിഭാഗത്തെ ചുരുക്കി ഒരു 4 വിഭാഗത്തെ നമുക്ക് എളുപ്പമാക്കി തന്നിട്ടേ ഉള്ളൂ. 8 വിഭാഗം ഉള്ളപ്പോൾ സക്കാത്ത് കൊടുത്തിരുന്നവരാണ് സ്വഹാബിമാരും താബികളും തബഉ താബികളൊക്കെ. അന്ന് 8 വിഭാഗം ഉണ്ടായിരുന്നു. ഇന്ന് 8 വിഭാഗം അല്ല, കുറഞ്ഞ വിഭാഗമേ ഉള്ളൂ. ആ കുറഞ്ഞവർക്ക് തന്നെ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പൊ താഴെ പറയുന്ന അമ്മാം ബഖില എന്ന് പറഞ്ഞതിൽ പെടും, പിഷ്കിന്ന്. അടുത്ത് പറയുന്നുണ്ട് പരാജിതരുടെ അടയാളം പറയുന്നുണ്ട്, വിജയികളുടെ അടയാള പറയുന്നത്, നല്ല കർമ്മം ചെയ്ത ആൾ അടയാള പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞു, ഒന്നാമത്തെ സ്വഭാവം അമ്മാമൻ അഅ്താ, കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട വിഹിതം കൊടുത്തു. കൊടുക്കണം സഹോദരങ്ങളെ. ഒരു വർഷത്തെ കച്ചവടം കഴിഞ്ഞ് ഒരു വർഷത്തെ കച്ചവടം ഒരു വർഷം പൂർത്തിയാകുമ്പോ കണക്കെടുപ്പ് നടത്തിയ ഒരാൾ, അയാളെ കടയിലുള്ള കണക്ക് മൊത്തം കൂട്ടി നോക്കുമ്പോ, ചെറിയൊരു കട ഞാൻ പറയുന്നിട്ട്, വലിയ കടയൊന്നുമല്ല, ചെറിയൊരു കടയില് ഒരു 5 ലക്ഷത്തിന്റെ സ്വത്തുണ്ട്. ഉണ്ടാകൂലേ? ചെറിയൊരു കടയിൽ ഉണ്ടാകൂലേ? ഉണ്ടാവും. ഒരു 5 ലക്ഷത്തിന്റെ സ്വത്തുണ്ട്. അതിന്റെ ഒരു 2.5% സക്കാത്ത് കൊടുക്കേണ്ടേ ഉള്ളൂ. ആ 5 ലക്ഷത്തിന്റെ മൊത്തം 10-1 സക്കാത്തിന്റെ നിർബന്ധം പറഞ്ഞോ? ഇല്ല. ഇത്ര ചെറുതാണ് അല്ലാഹു തആല നിർബന്ധാക്കിയത്. അത് കൊടുക്കാനാണ് മടി. അതാണ് കൊടുക്കേണ്ട ദാനം. അത് കറക്റ്റ് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ സംഗതി വളരെ വളരെ പ്രശ്നമാണ്. എന്താ പ്രശ്നം എന്ന് പറയുന്നത്? എന്താ ഈ കൊടുക്കുന്നതിനെ മുന്തിച്ച് പറഞ്ഞെന്ന് പറയുന്നത്? ഈ കൊടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കർമ്മത്തിന്റെ സ്വീകാര്യതയ്ക്ക് വലിയൊരു സബബ്. നമ്മളെ ഏറ്റവും വലിയ കർമ്മം ഏതാണ്? നിസ്കാരം അല്ലെ? ഫർളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫർള് നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമായ ഒരു വിഷയമാണ് ഈതാഉസ് സക്കാ, സക്കാത്ത് കൊടുക്കണം. അങ്ങനെ അത് എന്റെ വകയുള്ള ഒരു നിർമ്മിതിയാണ് എന്ന് കരുതരുത്. വലിയ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളോട് കടപ്പെട്ട് ഒരുമിച്ച് ചേർത്തി വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. 3 കാര്യങ്ങളോട് പരസ്പര പൂരകങ്ങളായിട്ട്. സലാസു ആയാത്തിൻ നസലത് മഖ്റൂനതൻ ബിൽ ആയാത്തി സലാസ്. 3 ആയത്തുകൾ 3 വിഷയങ്ങളോട് ചേർത്തി വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. അതിലൊന്നാണ് അഖീമുസ് സ്വലാ, അപ്പുറത്തെന്താ? ആത്തുസ് സക്കാ. അല്ലേ? നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറത്ത് അല്ലാഹു തആല പറയും സക്കാത്ത് കൊടുക്കണം. നിസ്കാരമൊക്കെ വളരെ കട്ടൻട്രിയാണ് ആള്, വളരെ കറക്റ്റാണ്. സക്കാത്ത് കൊടുക്കൂല, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. പരസ്പര പൂരകങ്ങളാണ്. സക്കാത്ത് കൊടുക്കും, അങ്ങനെ സാമ്പത്തികമായിട്ടൊരു ക്ഷീണവും പറ്റരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിസ്കരിക്കൂല,
അവന്റെ സക്കാത്തും സ്വീകരിക്കപ്പെടൂല. രണ്ടും വേണം. നിസ്കരിക്കുന്നവനാണോ, സക്കാത്തിന്റെ ബാധ്യതപ്പെട്ട ആളുകൾ, അതിന്റെ കണക്കുള്ള ആളുകളൊക്കെ ഇപ്പോ ഏറി വരികയല്ലേ, കുറയല്ലോ. പക്ഷെ ഈ സമാനെ സംബന്ധിച്ച്, ആഖിർ സമാനെ സംബന്ധിച്ച് പഠിപ്പിച്ച ഹദീസിൽ വസ്സക്കാത്തു മഗ്റമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഉമ്മത്തിൽ 10-15 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിൽ ഉണ്ടായാൽ പരീക്ഷണങ്ങൾ വരും, ഭൂമികുലുക്കം വരും, കോലം മറിയുന്ന സ്വഭാവം വരും, കൽമയ വർഷിക്കുന്നൊക്കെ വരും എന്ന് പറഞ്ഞ ഹദീസിൽ തങ്ങൾ പറഞ്ഞൊരടയാളമാണ് വസ്സക്കാത്തു മഗ്റമ. സക്കാത്ത് ഒരു കടബാധ്യതയായിട്ട് ശേഷിക്കും, കൊടുക്കൂല. നിങ്ങൾ ഒന്നിങ്ങനെ കണ്ണോടിച്ചു നോക്കി, ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കി, ഒന്നിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഓരോ കറിയകളിലും ഓരോ ഗ്രാമങ്ങളിലും എത്ര ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കഴിയും. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച ആ തസ്തിക പ്രകാരം നല്ലൊരു ശതമാനം ആളുകൾക്ക് സാന്ത്വനം നൽകാൻ ആ കൊടുതി കൊണ്ട് സാധിക്കും. കൊടുക്കണം കണക്കനുസരിച്ച്. കൊടുക്കാത്ത ആളുകളെ ലെവല് ആഖിറത്തിൽ വരുമ്പോൾ വേറെ തിരിയൂട്ടോ, വേറെ അറിയും. സക്കാത്ത് കൊടുക്കാത്ത ആളെ ലെവല് വേറെ അറിയും. അപ്പൊ പിന്നെ അന്ന് പിന്നെ ആ വിഷയത്തിൽ റെക്കമെൻഡും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, കൊടുക്കാത്ത ആളുകളെ വേറെ തിരിയും. അത് അത്രയും വലിയൊരു കാർക്കശ്യത്തോടുകൂടെ അല്ലാഹു തആല പഠിപ്പിച്ച വിഷയമാണ്. എവിടെയും അത് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം പറഞ്ഞിടത്തൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം ഓതാറുണ്ടല്ലോ, ഹദ്ദാദിന്റെ തുടക്കത്തിൽ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെയും പറഞ്ഞു യുഖീമൂനസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കും, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് 1% ഒരു ഭാഗം അവർ ചെലവഴിക്കും. നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു ഭാഗം നിർബന്ധമായിട്ട് ചെലവഴിക്കണം. ആ ഭാഗത്തിന് മാറ്റമില്ല, അതിലൊരു കുറവും വരുത്തരുത്. അത് കണക്കനുസരിച്ച് കൊടുക്കണം, ആ കണക്കിൽ മാറ്റം വരുത്തരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് സ്വീകരിക്കാത്ത, സക്കാത്ത് തരാത്തതിന്റെ പേരിലല്ലേ സഹോദരങ്ങളെ പള്ളിയിലൊക്കെ ഒരുമിച്ച് കൂടി, പള്ളിയിൽ സദാസമയം നോക്കിയാൽ പള്ളിയിൽ കാണുന്നൊരു സ്വഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട, പഴയകാലത്ത് പള്ളിയുമായിട്ട് അത്രയും ഇടപഴകിയിട്ട് ആളുകൾ ആരെങ്കിലും പോയാല് പള്ളി ആര് കാലിയാണെങ്കിലും മൂപ്പര് പള്ളിയിൽ ഉണ്ടാകും. അങ്ങനെ സ്വഹാബിമാരൊക്കെ ഹമാമത്തുൽ മസ്ജിദ്, പള്ളിയിലെ മേടപ്രാവ് എന്ന് പേര് വിളിച്ചിരുന്നു സഅലബത്തു ബിനു അബി ഹാത്തിബിന്. പിന്നെന്തായി, സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോൾ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. അങ്ങനെ മുനാഫിക്കായിട്ട് തീർന്നു പോകേണ്ടി വന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ആ ചരിത്രം പറഞ്ഞ് നീട്ടുകയല്ല എൻ്റെ ലക്ഷ്യം. നമ്മൾ ആലോചിക്കണം, സക്കാത്ത് തടഞ്ഞു വെക്കരുത്. വിഹിതം അനുസരിച്ച് അതിൻ്റെ അർഹരായ ആളുകളിലേക്ക് അത് കൊടുത്തു വിട്ടണം. അത് റമദാനായതുകൊണ്ട് പറഞ്ഞാന്ന് കരുതരുത്, വിഷയം വന്നപ്പോൾ പറഞ്ഞതാണ്. അത് മാത്രല്ല, അയത്താന്ന് പറഞ്ഞതിൽ പെടുക. കുടുംബത്തിന്റെ ചെലവ് ഭദ്രമായി കൊടുക്കണം. ബാപ്പ ഉമ്മക്കുള്ള ചെലവ് കൊടുക്കണം, മക്കൾക്കുള്ള ചെലവ് കൊടുക്കണം. കുടുംബക്കാരിൽ തന്നെ അവശത അനുഭവിക്കുന്ന ആളുകളെ സമ്പത്ത് കൊണ്ട് പരിഗണിക്കണം. കൊടുക്കേണ്ട മേഖലകളിൽ ഇൻഫാഖുൽ മാലി ഫീ ജമീഇ വുജൂഹിൽ ഖൈർ, എല്ലാ നല്ല മുഖങ്ങളിലും സമ്പത്ത് ചെലവഴിക്കണം. അതിന് ഏതെല്ലാം മാർഗങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ കൊടുക്കണം, സുന്നത്തായി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയും കൊടുക്കണം. ബാപ്പ ഉമ്മമാർക്ക് ചെലവ് കൊടുക്കുന്നത് മക്കളുടെ മേൽ നിർബന്ധ ബാധ്യതയാണോ? ആണ്, നിർബന്ധ ബാധ്യതയാണോ? എല്ലാ മക്കളുടെ പെരടിയിലും ആ ബാധ്യതയുണ്ട്. ജോലി എടുക്കാൻ പ്രായമായ പക്വതയെത്തിയ മക്കൾക്കെല്ലാവർക്കും അത് ബാധ്യതയാണ്. അവര് ബാപ്പ ഉമ്മമാരെ ശരിക്കും നോക്കിക്കൊള്ളണം. അവരുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു വിഹിതം അതിനു വേണ്ടി ചെലവഴിക്കണം. രോഗം വന്നാൽ അതിന് ശുശ്രൂഷ ചെയ്യണം. അവർക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കണം. നിന്റെ കയ്യിൽ നല്ല സമ്പത്തുണ്ട്, ബാപ്പയും ഉമ്മയും ഉള്ള കാലത്ത് നിനക്ക് വേണ്ടി ഇഷ്ടം പോലെ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ബാപ്പക്ക് ഉമ്മക്ക് ആരോഗ്യമുണ്ട്, പക്ഷേ സമ്പത്തില്ല. അവർക്ക് ഉംറക്ക് പോകണം. നിന്റെ കയ്യിലുള്ള കാശ് അതിനു വേണ്ടി നീ ചെലവ് ചെയ്യണം, ചെലവ് കൊടുക്കണം. നിത്യേനയുള്ള ചെലവുകളൊക്കെ ഭാരിച്ച
ബാധ്യതയാണ്. മക്കളിൽ ഒരാളുടെ പെരടിയിൽ മാത്രം അതിനെ കെട്ടിവെച്ച് ബാക്കിയുള്ളവർ സലാമത്താകരുത്. എല്ലാവർക്കും അതിൽ പങ്കുണ്ട്, ബാധ്യതയുണ്ട്. എല്ലാവരുടേതുമല്ലേ ഈ ബാപ്പയും ഉമ്മയും? എല്ലാ മക്കൾക്കും അത് ബാധ്യതയാണ്. സ്വന്തം മക്കളുടെ ചെലവും നമ്മുടെ മേൽ ബാധ്യതയുണ്ട്. ഭാര്യന്റെ ചെലവ് ബാധ്യതയുണ്ട്. സഹോദരി സഹോദരന്മാർ അവശത അനുഭവിക്കുന്നവരാണെങ്കിൽ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അവർക്ക് ചെലവ് ചെയ്യണം. എല്ലാ കുടുംബങ്ങളിലും വേണ്ട രൂപത്തിൽ ഒത്താശ ചെയ്ത് കുടുംബക്കാരിലുള്ള ഒരൊറ്റ പാവപ്പെട്ട മനുഷ്യനെയും അദ്ദേഹത്തെ നോക്കാതെ വിട്ടു എന്നൊരു പരാതി വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇത് പറഞ്ഞപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ചില തഫ്സീറുകളിൽ. അമ്മാമൻ അഅതാ, നൽകിയവർ എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം പറഞ്ഞു. കമാ കാന യഫ്അലുഹു അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നിർവഹിച്ചതുപോലെ വാജിബും സുന്നത്തുമായിട്ടുള്ള മേഖലകളിൽ നന്നായി ചെലവഴിച്ചു. ഒന്നും വിട്ടൊഴിവാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, കൊടുക്കേണ്ട മേഖലകളാണ് എന്ന് നമുക്ക് തോന്നിയാലും നമ്മെ പഠിപ്പിക്കപ്പെട്ടാലും ആ മേഖലകളിലേക്കൊക്കെ സമ്പത്ത് ചെലവഴിച്ച മനുഷ്യൻ വത്തഖാ, സമ്പത്ത് കൊടുത്താൽ മാത്രം പോരാ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, അവൻ മുത്തഖിയായി ജീവിക്കണം, മുത്തഖിയായ നിലക്ക് ജീവിക്കണം. സമ്പത്ത് കൊടുത്താൽ മാത്രം പോരാ, ചെലവ് ചെയ്താൽ മാത്രം പോരാ, നല്ല വിശ്വാസത്തോടുകൂടെ അവൻ ജീവിക്കണം. അള്ളാഹുവിൽ വിശ്വാസം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കണം. വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ മുഴുവനും വിശ്വസിക്കണം. വിശ്വാസം ഇല്ലാതിരുന്നാൽ ഈ കൊടുതിക്ക് കാര്യമായിട്ടൊരു ഫലവും ഇല്ല. വിശ്വാസം വേണം. തികഞ്ഞ ഈമാനോടുകൂടെ മുത്തഖിയായ നിലക്ക് അവൻ കൊടുക്കുന്ന എല്ലാ ചെറുതിനും വലുതിനും വലിയ ഫലമുണ്ട്. ഈമാനും ഇഖ്ലാസും തഖ്വയും ഇല്ലാതെ ഇഷ്ടം പോലെ വാരി വലിച്ചവൻ കൊടുക്കുന്നു. ആ കൊടുതിക്ക് അല്ലാഹു ദുനിയാവിൽ പുരോഗതി നൽകിയേക്കും. അല്ലാഹു റഹ്മാനാണ്. ദുനിയാവിൽ അല്ലാഹു വർധനവ് കൊടുത്തേക്കും. പക്ഷേ ആഖിറത്തിലുള്ള സ്വീകാര്യതക്ക് ശേഷം പറയുന്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് അവന് അർഹതയുണ്ടാവുകയില്ല. ഇഷ്ടം പോലെ സമ്പന്നന്മാർ ദുനിയാവിൽ ചെലവ് ചെയ്തവരുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തും അതിന്റെ തൊട്ടു മുമ്പുള്ള കാലത്തും വലിയ ധർമ്മിഷ്ഠനായി ജീവിച്ച ആളാണ് ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഇബ്നു ജദ്ആൻ ഇഷ്ടം പോലെ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നൊരു ധർമ്മിഷ്ഠനാണ്. ആ ഇബ്നു ജദ്ആൻ ഒരു ദിവസം 1000 പേർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു. ഇബ്നു ജദ്ആന്റെ ദാനം ഉപകരിക്കുമോ എന്ന് ചോദിച്ചു ആയിഷ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആഖിറത്തിൽ ഫലം ചെയ്യുകയില്ല. കാരണം ആ മനുഷ്യന് പരലോക വിശ്വാസമില്ല. പരലോകത്തിന് വിശ്വാസമല്ല. ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം 1000 പേർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ 10 ദിവസമാകുമ്പോൾ 10,000 ആയില്ലേ? 100 ദിവസമാകുമ്പോൾ 1,00,000 ആയില്ലേ? ഒന്ന് കൂട്ടി നോക്കൂ, വർഷങ്ങളുടെ കണക്ക് എത്രയാണ്? എത്ര ആളുകൾക്കാണ് ആ മനുഷ്യൻ ഭക്ഷണം കൊടുത്തത്? അത് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മങ്ങളെ കൂട്ടത്തിൽ വലിയൊരു ധർമ്മമാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്വാമുൻ ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ. ഭക്ഷണം കൊടുക്കുന്നത് തന്നെ ഈമാന്റെ വിഷയം പറഞ്ഞിടത്ത് തൊട്ട് മുമ്പിലായിട്ട് അല്ലാഹു തആല എണ്ണിപ്പറഞ്ഞ വലിയൊരു സുഹൃതമാണ്. അത് പറഞ്ഞ ശേഷം അല്ലാഹു പറഞ്ഞു, സുമ്മ കാന മിനല്ലദീന ആമനു. ആ ഭക്ഷണം കൊടുത്ത ആൾ കൊടുത്താ പോരാ, അയാൾ മുഅ്മിനീങ്ങളിൽ പെട്ട ആളാകണം. എന്നാലേ ആ കൊടുത്തതിന് ശരിയായ നിലക്കുള്ള ഫലം ഉണ്ടാകുള്ളൂ. അതന്നെ എവിടെയും പറഞ്ഞത്, ഫഅമ്മാമൻ അഅതാ വത്തഖാ. ഇഷ്ടംപോലെ കൊടുത്തു, അയാൾ ആഖിറത്തിലങ്ങ് രക്ഷപ്പെടും എന്ന് കരുതരുത്. തികഞ്ഞ ഈമാന് വേണം, ശരിയായ നിലക്കുള്ള വിശ്വാസം വേണം. കൊടുക്കാൻ ഒരു പക്ഷേ ഈ ഭൂമി ലോകത്ത് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. ഉസ്താദ് അയാൾ നല്ല ധർമ്മിഷ്ഠനാണ്, പക്ഷേ എന്തൊരു പക്ഷേ, അയാള് വിശ്വാസത്തിൽ അല്പം ചെറിയൊരു ഒരു വൈകല്യം ബാധിച്ച ആളാണ്. എന്താ വൈകല്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരു തികഞ്ഞ വിശ്വാസമല്ല. എന്നാ പിന്നെ മാർക്ക് പോയി, പിന്നെ ആ പറയുന്ന ഉത്തരം അതിന് ലഭിക്കൂല.
അള്ളാഹുവിൽ നിന്ന് നല്ല പ്രതിഫലമൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ ശേഷം പറയുന്ന സ്വർഗലോകത്തേക്കുള്ള ആ ഒരു തൗഫീഖ് അതുണ്ടാകൂല. നല്ല ഈമാനോടുകൂടെ ആകണം ഈ കൊടുക്കുന്ന ചെലവ് മുഴുവനും. അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വലിയ തൗഫീഖ് അല്ലാഹു തആല ആ കൊടുക്കുന്നതിന്റെ പിന്നിൽ അല്ലാഹു തആല തരും. ഓരോ ദിവസവും കൊടുക്കാനുള്ള അഭ്യർത്ഥന, കൊടുക്കുക എന്നുള്ള കാര്യം മുൻകൂട്ടി പറഞ്ഞപ്പോ എല്ലാ ദിവസവും കൊടുക്കണം കൊടുക്കണം എന്നൊരു അഭ്യർത്ഥന വാനലോകത്ത് വെച്ച് മുഴങ്ങുന്നുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാമിൻ യൗമിൻ ഗറുബത് ഫീഹി ശംസ്, സൂര്യൻ അസ്തമിക്കുന്ന എല്ലാ ഓരോ ദിവസവും 2 മലക്കുകൾ വിളംബരപ്പെടുത്തുന്നു. ആ വിളംബരപ്പെടുത്തുന്നത് മനുഷ്യ ഭൂതവർഗങ്ങളൊഴികെ എല്ലാവരും അത് കേൾക്കുന്നുണ്ട്. 2 മലക്കുകൾ എന്നും പറയുന്നുണ്ട്, അല്ലാഹുമ്മ അഅതി കുല്ല മുൻഫിഖിൻ ഖലഫാ വ കുല്ല മുംസികിൻ തലഫാ. ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം കൊടുക്കണം, ചെലവഴിക്കുന്നവർക്ക് നീ പകരം കൊടുക്കണം. പകരം കൊടുക്കും എന്ന് അല്ലാഹു തആല ഇപ്പുറത്ത് പറയുന്നുണ്ട്. വസദ്ദഖ ബിൽ ഹുസ്നാ, ചെലവഴിച്ചു എന്നതുകൊണ്ട് അവന് ഭീതിയില്ല, നല്ലത് പകരം കിട്ടും എന്നൊരു വിശ്വാസം അവനുണ്ട്. ഹുസ്ന എന്നതിന് ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്, ഞാൻ എത്ര കൊടുത്താലും അതിനേക്കാളും മികച്ചത് അല്ലാഹു എനിക്ക് തരും എന്ന് അല്ലാഹുവിന്റെ ഓഫറുണ്ട്. വമാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. എന്ത് നന്മ നിങ്ങൾ ചെലവഴിച്ചാലും അല്ലാഹു അതിന് പകരം തരും. അള്ളാഹു പകരം തരും. അത് അള്ളാഹുവിന്റെ വഅദാണ്, വാഗ്ദത്തമാണ്. അള്ളാഹു തആലാന്റെ വാഗ്ദത്തം ലംഘിക്കൂലല്ലോ, അതിന് ലംഘനമില്ലല്ലോ, അത് കറക്റ്റ് കിട്ടും. അത് വിശ്വസിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന മനുഷ്യൻ അവന് വീണ്ടും ചെലവഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുക്കും. അതാണ് ശേഷം പറയുന്നത് ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. എത്ര പ്രതിസന്ധി വന്നാലും അവൻ അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള മാർഗം, എളുപ്പവഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. തൗഫീഖ് അല്ലാഹു തആല നൽകും. എന്തിന്? നേരത്തെ ചെലവ് ചെയ്തതുപോലെ ചെലവഴിക്കാനും തഖ്വയിലായിട്ട് ജീവിക്കാനും. എത്ര പ്രതിസന്ധി ഘട്ടം വന്നാലും അതൊരു തൗഫീഖാണ്, ഒരു പ്രയാസമായി തോന്നൂല, കൊടുക്കുവാൻ. അതാണ് സഹോദരങ്ങളെ, പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഇതാണ്. അല്ലാഹു തആല എണ്ണി പറഞ്ഞ ഈ ഷർത്തുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ചെറിയ കണ്ടീഷനൊന്നല്ല അല്ലാഹു തആല വെച്ചത്. കൊടുത്താൽ മാത്രം പോരാ, രണ്ടാമത് പറഞ്ഞത് വലിയൊരു വിഷയമാണ്. ഏത് രണ്ടാമത് പറഞ്ഞത്? വത്തഖാ എന്ന് പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൊടുക്കുന്ന നല്ല വഴിക്ക് ചെലവഴിക്കുന്ന ആളുകൾ അവര് സൂക്ഷ്മതയിലായിട്ട് ജീവിക്കണം, മുത്തഖിയായിട്ട് തഖ്വ ചെയ്യുന്നവരായിട്ട് ജീവിക്കണം. അപ്പോഴേ ആ ചെലവഴിക്കുന്നത് മുഴുവനും യഥാർത്ഥ ഫലത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലാഹു തആല സൂക്ഷിക്കാൻ പറഞ്ഞ മാർഗങ്ങൾ, മേഖലകൾ ഏതെല്ലാം ഉണ്ടോ ആ മേഖലകളിലൊക്കെ സൂക്ഷിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കാൻ പറഞ്ഞ മേഖലകളിലൊക്കെ ശ്രദ്ധിക്കണം. മാത്രമല്ല വസദ്ദഖ ബിൽ ഹുസ്നാ, നന്മകളെ കൊണ്ട് വിശ്വസിച്ചു. നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ ദീനിലുള്ള നല്ല കാര്യങ്ങൾ മുഴുവനും വിശ്വസിച്ചു. ആ നല്ല കാര്യങ്ങളിൽപ്പെട്ടതാണ് നിസ്കാരം, സകാത്ത്, നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താ നബിയെ സ്വദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ നേരിട്ട് പറഞ്ഞു, അൽ ഹുസ്ന അൽ ജന്ന, ഏറ്റവും നല്ലത് അല്ലാഹു തആല തരും എന്ന് പറഞ്ഞതിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് സ്വർഗമാണ്. സ്വർഗലോകത്ത് അല്ലാഹു പകരം തരും എന്ന് പറഞ്ഞപ്പോ കൊടുക്കുന്നതിന്, മുത്തഖിയായി ജീവിക്കുന്നതിന് ഒരു നിലക്കും ഒരു മനുഷ്യരും പിറകോട്ട് നിന്നില്ല. അല്ലാഹു സ്വർഗത്തിൽ തരുമെന്ന് പറഞ്ഞപ്പോൾ എടുത്തങ്ങ് കൊടുത്തു. ആ സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, ആ
മനുഷ്യന് ഏറ്റവും നല്ല എളുപ്പമാർഗത്തിലേക്ക് നമ്മൾ മാർഗം ഒരുക്കി കൊടുക്കും. അഥവാ സ്വർഗത്തിലേക്ക് പോകാനുള്ള മറ്റു വഴികളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല ഏറ്റി കൊടുക്കും. ഈ കാര്യങ്ങളൊക്കെ അവനിലില്ലേ, അവനിന് സ്വർഗത്തിലേക്കുള്ള ആളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവൻ കൊടുക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ അവന് ചെയ്യിപ്പിക്കണം. സഹോദരങ്ങളെ, ഞാനൊരു വിഷയം പറയട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടം പോലെ ദാനം ചെയ്ത മഹാനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാനം ചെയ്തു എന്ന് മാത്രമല്ല, മഹാനവറുകളുടെ തഖ്വ വല്ലാത്ത തഖ്വയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാനം ചെയ്യുന്നു എന്നതിലാക്കാക്കി ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് ജീവിച്ച ആളാണോ? അല്ല. സൂക്ഷിക്കേണ്ട മേഖലകൾ അതീവ ഗൗരവത്തോടെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിച്ച മഹാനാണ്. വീട്ടിൽ തൊഴിലെടുക്കുന്ന കൂലിപ്പണിക്കാരനായ വേലക്കാരനായ വ്യക്തി, അദ്ദേഹം പാല് കൊണ്ടുവന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിപ്പിച്ചൊരു സംഭവം ഹദീസുകളിലൊക്കെ കാണാം. പാലിന് നല്ല ടേസ്റ്റ് തോന്നിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടുന്നാണ് ഈ പാല്? സാധാരണ കുടിക്കാൻ കൊടുത്താൽ കുടിക്കുന്നതിന് മുമ്പാണ് ചോദ്യം. എന്ത് കുടിക്കാൻ കൊടുത്താലും ചോദിക്കും എവിടുന്നാ കിട്ടിയത്. മേൽവിലാസം ഫുള്ള് അറിഞ്ഞിട്ടേ കുടിക്കുള്ളൂ, അല്ലാതെ കുടിക്കൂല. അന്ന് ഈ പാല് കിട്ടിയപ്പോ ചോദിക്കാൻ വിട്ടു, ഒന്ന് കുടിച്ചപ്പോ നല്ല രുചി തോന്നി. പിന്നെയാണ് ചോദ്യം വന്നത്, എവിടുന്നാണ് ഈ പാല്? 1-2 മുറുക്ക് കുടിച്ചു. 1-2 മുറുക്ക് കുടിച്ചിട്ട് ചോദിച്ചു, എവിടുന്നാണ് ഈ പാല്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാധാരണ ആദ്യം ചോദിക്കാറുണ്ടല്ലോ, ഇന്ന് ചോദ്യം പിന്നെയാണല്ലോ വന്നത്. അങ്ങനെയാണ് അന്നത്തെ ഖളാഹ്. പക്ഷെ ചോദിച്ചു, സൂക്ഷ്മതയുടെ ഒരു മാർഗം പറഞ്ഞതാണ്. എന്താ അത് പറയാൻ കാരണം? ഞാൻ ഇഷ്ടം പോലെ പല വഴിക്കും കൊടുക്കുന്ന ആളായതുകൊണ്ട് അല്ലാഹു തആല എനിക്ക് അവിടെയും ഇവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളും എന്ന് ചിന്തിക്കരുത്. ആ തഖ്വയിൽ തന്നെ മുത്തഖിയായിട്ട് തന്നെ നിലനിൽക്കണം. അപ്പോഴേ ആ പറയുന്ന ഏറ്റവും നല്ല പകരമാകുന്ന സ്വർഗവും ഇവിടെ വെച്ച് അല്ലാഹു തആല തരുന്ന പകരവും അല്ലാഹു നമുക്ക് നൽകുകയുള്ളൂ. അവസാനം 3-ാമതായി 4-ാമതായി പറഞ്ഞ ഫസനിയസ്റുഹു ലിൽ ഇസ്റാ, വീണ്ടും നന്മ ചെയ്യാനുള്ളൊരു തൗഫീഖ് ഈ കൊടുത്ത് ഇങ്ങനെ മുത്തഖിയായി ജീവിക്കുന്ന ആൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ, സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു തൗഫീഖ് അല്ലാഹു തആല തരും. അത് വലിയൊരു സംഗതിയാണ്, മുത്തഖിയായി ജീവിക്കുന്ന ആൾക്കുള്ള തൗഫീഖ്. ആ തൗഫീഖാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജാഹിലിയ കാലഘട്ടത്തിൽ, ഇന്നല്ല മുമ്പ് ഞാൻ ജ്യോത്സ്യപ്പണി ചെയ്തിരുന്നു. എനിക്ക് ജ്യോതിശാസ്ത്രം ഒന്നും അറിയില്ല. ജ്യോതിശാസ്ത്രം വശമില്ലാത്ത ഞാൻ ജ്യോത്സ്യപ്പണി ചെയ്ത് അതിന് പ്രത്യുപകാരമായി ഒരു ചെറിയ പകരം ഈ അടുത്ത് എനിക്കൊരു ചെറിയ സംഭാവന കിട്ടി, ഒരു കൂലി എന്ന് പറയാം. ആ കൂലിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന പാലാണ് നിങ്ങൾക്ക് ഇന്ന് കുടിക്കാൻ തന്നത്. സുബ്ഹാനല്ലാഹ്. അതങ്ങോട്ട് അറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൈയിന്റെയും വിരല് തൊണ്ടക്കുഴിയിലേക്ക് മഹാനവറുകൾ പ്രവേശിപ്പിച്ച് ആ പാല് മുഴുവനും ഛർദിച്ച്, പാല് മുഴുവനും പുറത്തു വന്നു എന്ന് അറിയുന്ന രൂപം വരെ ഛർദിച്ചു. പിന്നെ ഛർദിക്കുന്നത് പാലല്ല, രക്തത്തിന്റെ അംശമുള്ള ഭാഗമാണ് പിന്നെ ഛർദിച്ചത്. പാലിന്റെ ഒരു ചെറിയ തുള്ളി പോലും എന്റെ ഉള്ളിൽ ബാക്കി വരരുത് എന്ന നിർബന്ധത്തോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മഹാനവറുകൾ പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ മുളച്ച് വളർന്ന ശരീരം നരകവുമായി വലിയ അഭേദ്യ ബന്ധമാണ്, കണക്ഷനാണ്. എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും ഒരംശവും നരകത്തിലേക്ക് ബന്ധപ്പെട്ടതാകരുത്. ഒരിറ്റ് പാലിന്റെ ഒരു തുള്ളി പോലും എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തും ശേഷിക്കരുത്. അതിനാണ് ഇത്രയും സാഹസികമായി മുഴുവനും ഉള്ളിലുള്ളത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. കൊടുക്കുന്നവരാണെങ്കിലും സംഭാവന നൽകുന്നവരാണെങ്കിലും തഖ്വയുടെ മാർഗം പറ്റേ അടഞ്ഞു പോകരുത്. സാമ്പത്തിക രംഗത്ത് ചൂഷണങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, നല്ലവണ്ണം ശ്രദ്ധിക്കണം.
ചൂഷണ ഭാഗങ്ങളിലൊന്നും പ്രവർത്തിച്ചുകൊണ്ട് സമ്പത്ത് നേടിയിട്ട് കുറെ അങ്ങ് കൊടുത്താൽ ബാക്കിയൊക്കെ അല്ലാഹു മാപ്പാക്കും എന്ന് കരുതരുത്. ചൂഷണപരമായിട്ട് ഇഷ്ടം പോലെ സാമ്പത്തിക മേഖല വർദ്ധിക്കുന്നുണ്ട്. ഹറാമായി ഇസ്ലാം വിൽപ്പന പറഞ്ഞത് നമുക്ക് വിൽക്കുന്നത് നിഷിദ്ധമാണ്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്വകാര്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും ശ്രദ്ധിക്കണം. ഇന്നൊരാഴ്ച കൊണ്ട് തന്നെ ഒരു പക്ഷേ കോടീശ്വരനാകാം, ലക്ഷപ്രഭുവാകാം. ഓഫറുകൾ നിരവധിയാണ് വരുന്നത്. അതിൻ്റെ പിന്നിലുള്ള സൂത്രവും ആസൂത്രിതമായ നീക്കങ്ങളും തിരിച്ചറിയണം. കിട്ടുന്നത് മുഴുവനും ഇങ്ങ് പോന്നോട്ടെ എന്ന് കരുതരുത്. അള്ളാഹുവിന്റെ മാർഗത്തിലായി സമ്പാദിക്കുന്നത് ചെറുതാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ ബറക്കത്ത് തരും. അങ്ങനെയാണ് സമ്പത്തിനെ പറ്റി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന ഹാദൽ മാല ഹദ്റത്തുൻ ഹുൽവ. സമ്പത്ത് അത് നല്ല പച്ചപ്പുള്ളതും നല്ല മധുരമുള്ളതുമാണ്. മധുരം പറ്റാത്തവർ കൂടിയും ഇഷ്ടം മധുരാണല്ലോ. എല്ലാവർക്കും ഇഷ്ടം മധുരാണ്. മധുരം ഉള്ളത് കൊണ്ടുവന്നാലും അത് സാറില്ല, ഈ മജ്ലിസിൽ വെച്ചല്ലേ മധുരം. ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ മധുരം ഓവറാ എൻ്റെ ശരീരത്തിൽ, എന്നാലും കുറച്ച് കഴിക്കുക എന്ന് പറയും. പച്ചയോടല്ലേ താല്പര്യം, നല്ല കളറല്ലേ പച്ച. ഈ പച്ചപ്പും അതുപോലെ തന്നെ നല്ല മധുരം ഏറിയതാണ് സമ്പത്ത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫമൻ അഖദഹു ബിഹഖിഹി ബൂരിക ലഹു ഫീഹി. അർഹതയോടെ സ്വീകരിക്കുന്നതാണോ ബറക്കത്ത് ചെയ്യപ്പെടും. ഞാൻ ബിസിനസ്സുകളൊന്നും എണ്ണുന്നില്ല, ആരും വിഷമിക്കണ്ട, ഞാൻ ഒന്നും എണ്ണുന്നില്ല, നിങ്ങൾ എണ്ണിയാൽ മതി. ചതിക്കുടികൾ നിറഞ്ഞ വിവിധ ബിസിനസ്സുകളുടെ ഒരു പേരും ഞാൻ പറയുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൊടുത്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ബാധ്യത ഉണ്ട് ഉസ്താദെ ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ ദ്വാരക്കാൻ കുറച്ച് പ്രയാസമാണ്. കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക നല്ലത്. ദ്വാരക്കാൻ മാത്രം ഒരു പ്രയാസം, സ്വീകരിക്കുന്നിടത്ത് വളരെ ശ്രദ്ധിക്കണം. ചൂഷണോപാധികമായതിൽ മുഖ്യമായി മുന്നിലുള്ള സംഗതിയാണ് പലിശ. ഞാൻ എൻ്റെ മജ്ലിസിൽ ഏറ്റവും കൂടുതൽ ഇന്നും എനിക്ക് ഓർമ്മയിൽ നിന്ന് മാറാത്തൊരു ചിത്രമാണ്. ഒരു സ്ഥലത്ത് പോയപ്പോൾ ദ്വാരക്കാൻ വേണ്ടി കിട്ടിയ ലിസ്റ്റിൽ ഉസ്താദെ 313 സംഭാവന, പലിശക്കടം വീടാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണം. എത്രയുണ്ട് ഇതിൻ്റെ ആധിക്യം. ശതമാനം കുറവാന്ന് കരുതിയിട്ട് എത്ര ആളുകളാ വീണു പോകുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. റബ്ബ് സുബ്ഹാനഹു വ തആല അത്രയും എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു സംഗതി വിശുദ്ധ ഖുർആനിൽ വേറെയില്ല. പലിശക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതിനും പറ്റി അള്ളാഹു പറഞ്ഞത് ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. അത്യന്താപേക്ഷിതമായിട്ട് നിർബന്ധമായിട്ട് നമുക്ക് ചില വിഷയങ്ങളൊക്കെ അംഗീകരിക്കേണ്ടി വന്ന രീതിയിൽ ചിലതുണ്ട്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ചില ടാക്സുകളും കാര്യങ്ങളൊക്കെ അത് അതിലേക്ക് പോട്ടെ, അത് ആ സാഹചര്യം കൊണ്ടാണ്, പോസ്റ്റ്മോർട്ടം പോലെ, അതുകൊണ്ടാണ്, അത് വിട്ടേക്ക്. അല്ലാത്തത് തന്നെ എത്ര ഉണ്ട്. വീടെടുക്കാൻ, കച്ചവടത്തിന്, അതുപോലെ തന്നെ പിന്നെ സ്റ്റോക്ക് ഇറക്കാൻ, ഏതെല്ലാം തരത്തിൽ ആ സഹോദരങ്ങളുടെ ലോണുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം. ശതമാനം കുറവാന്ന് എവിടെങ്കിലും ബോർഡ് കണ്ടാൽ മതി, അവിടെ എത്ര ആള് വന്ന് ബുക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ മതി. കറക്റ്റ് കണക്ക് ഇന്ന് മാത്രമല്ലല്ലോ, അന്നുണ്ടാകൂലേ. പേരൊക്കെ വെളിവാക്കപ്പെടുമ്പോൾ നമ്മൾ കുടുങ്ങരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാക്ക് കൃത്യമാണ്. ഹക്കോടുകൂടെ സ്വീകരിക്കുന്നതാണെങ്കിൽ ബൂരിക ലഹു ഫീഹി, അതിൽ ബറക്കത്ത് ചെയ്യപ്പെടും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഴയ കാലത്ത് ജീവിച്ച നമ്മുടെ മുൻഗാമികൾ. ചെറിയ അധ്വാനാണെങ്കിലും വലിയ ബർക്കത്തായിരുന്നു അല്ലേ. എല്ലാവരും തലയാട്ടുന്നുണ്ട്, വലിയ ബർക്കത്തായിരുന്നു, വലിയ ബർക്കത്തായിരുന്നു. എന്താ അതിന്റെ മർമ്മം? അവർ ഹക്കായത് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ, അല്ലാത്ത ഒന്നും അവർ സ്വീകരിക്കൂല. ഹക്കല്ലാത്ത ഒരു സംഗതി അവർ സ്വീകരിക്കൂല. അതെത്ര ലക്ഷം കിട്ടുന്ന ഇടപാടാണ് എന്ന് ആര് പറഞ്ഞാലും ശരി. അതേ സമയത്ത്
അർഹതക്കനുസരിച്ച് അവകാശത്തിനനുസരിച്ച് സ്വീകരിച്ചതല്ലെങ്കിൽ ലം യുബാറക് ലഹു ഫീഹി, ആ ധനത്തിൽ അവന് ബറക്കത്ത് ചെയ്യപ്പെടുകയില്ല. വകാന കല്ലദീ യഅകുലു വലാ യശ്ബഅ, തങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നുണ്ട് വയറ് നിറയുന്നില്ല, അവനെ പോലെയാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ട് വയറ് നിറയുന്നില്ല, സമ്പാദിക്കുന്നുണ്ട്, അങ്ങനെ സമ്പത്തൊക്കെ ഒരുമിച്ചുവിടുന്നു, പക്ഷേ തികയുന്നില്ല, എവിടെയും എത്തുന്നില്ല, ഉദ്ദേശങ്ങൾ ബാക്കിയാണ്, കഷ്ടപ്പാടുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. വകാന കല്ലദീ യഅകുലു വലാ യശ്ബഅ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വകാന അലൈഹി ഷഹീദൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ സമ്പത്ത് അവന് പ്രതികൂല സാക്ഷിയാകും. അനുകൂല സാക്ഷിയല്ല, പ്രതികൂല സാക്ഷി. അതത്രയും ശ്രദ്ധിക്കണം. സഹോദരങ്ങളോട് സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല സംവിധാനിച്ച കുറേ അവയവങ്ങളുണ്ട് അല്ലേ? അവയവങ്ങളുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ നമ്മൾ അവയവ ദാനം നടത്തും. അവയവ ദാനത്തെക്കാൾ കൂടുതൽ അവയവ വിൽപ്പനകളാണ് കൂടുതൽ നടക്കുന്നത്. ഇപ്പൊ കുറെ ആളുകൾക്ക് സമ്പത്ത് കിട്ടും, ഒരു 50 ലക്ഷം 60 ലക്ഷം കിട്ടും, ഒരു കിഡ്നിയാണ് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല, ഒരു വൃക്ക അങ്ങോട്ട് കൊടുത്താൽ മതി കുഴപ്പമില്ല എന്ന് പറയുമ്പോത്തിന് കൊടുക്കാണ്. എങ്ങനെ കൊടുക്കല്? അങ്ങനെ കൊടുക്കും? ഒരു കണ്ണാണ് കൊടുക്കുവോ? കണ്ണ് കൊടുത്താൽ പിന്നെ പുറത്തെല്ലാവരും അറിയില്ലേ? പുറത്തുള്ളതല്ലേ, ഉള്ളിലുള്ളതാകുമ്പോൾ ആരും അറിയില്ലല്ലോ. ആരും അറിയാത്ത പിന്നെ പടച്ചവനും അറിയില്ലല്ലോ. അവിടെ കൊടുക്കുക. അതുവരെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ. ഇഷ്ടം പോലെ ആളുകൾ സമ്പാദിക്കുന്ന ഒരു മേഖലക്ക് ഉദാഹരണം പറഞ്ഞാ ഞാൻ, അർഹതയില്ലാത്ത കുറെ മേഖലകളിൽ കൈയിട്ടുകൊണ്ട് പിന്നെ നമ്മൾ ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ഒരു ലാഭം എവിടുന്നെങ്കിലൊക്കെ ഇങ്ങനെ കിട്ടുകയാണ്, അധ്വാനമില്ലാതെ കിട്ടുകയെന്ന് കണ്ടാൽ അതിലൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുക. പേരൊക്കെ നിങ്ങൾ കൂട്ടിക്കോളി. ലാഭം അധ്വാനമില്ലാതെ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വരികയെന്ന് കണ്ടാൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അത് പൊട്ടി എന്ന് പറയുമ്പോൾ അതേ ദ്വാരക്കണം കേട്ടോ, ദ്വാരക്കണം, വലിയ വിഷമത്തിലാണ്. ഞാനിങ്ങനെ ആഗ്രഹിച്ച് പലരും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയതാണ്. അങ്ങനെ ഭാര്യൻ്റെതും പെങ്ങളതും ഉമ്മാൻ്റെതും മറ്റും ഒക്കെ ആഭരണങ്ങളൊക്കെ എടുത്ത് അതൊക്കെ വിറ്റു. ഇനി അതിൽ വേറെ പണയം വെച്ച് പലിശ വരാതിട്ട് നല്ല മാർഗത്തിൽ തന്നെ വിറ്റിട്ട് മൊത്തം ഒരു 40 ലക്ഷം കിട്ടി. കിട്ടിയത് മൊത്തം കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് പൊട്ടി. ഉസ്താദെ ഒന്ന് ദ്വാരക്കണം. എന്താ ദ്വാരക്കേണ്ടി? ആരോടാ ചോദിക്കേണ്ടത്? ഏത് തരത്തിലുള്ള ബിസിനസ്സാണത്? ഇസ്ലാം അനുവദിച്ച് ഏത് തരത്തിലുള്ള ബിസിനസ്സാണത്? അങ്ങനെ ഒരു തരം ബിസിനസ്സിൽ ഇസ്ലാമിലുണ്ട്, ഖിറാദ് എന്ന് പറയുന്നതിന്, ലാഭക്കൂറ് കച്ചവടം. ഇതല്ല, ഇതിന്റെ ഷർത്തും ഫർദും ഒന്നും അതിലേക്ക് യോജിപ്പില്ല. ശ്രദ്ധിക്കാനാ പറഞ്ഞു, സൂക്ഷിക്കാനാണ്. കൊടുത്താ മാത്രം പോരാ, എല്ലാ മേഖലകളും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മുത്തഖിയായ നിലക്ക് നീ ജീവിക്കണം. ഹറാമിയത്തിൽ നിന്ന് മാറണം. ഹറാമായ നിലക്കുള്ള ധനസമ്പാദനം അരുത്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേണ്ട. മുസ്ലിം സഹോദരന്മാര് ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് മുതിരരുത്, മദ്യവിൽപ്പനയിലേക്ക് മുതിരരുത്. വിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയ വിൽപ്പനകളാണ് അത്. ഏത് തരത്തിലുള്ള മദ്യ, ഏത് തരത്തിലുള്ള ലഹരിയുള്ള വസ്തുവാണെങ്കിലും ശരി, അത് പൊടിയാകട്ടെ, വലിക്കുന്നതാകട്ടെ, കാറ്റാകട്ടെ, ഇനി ഏതെങ്കിലും പദാർത്ഥ രൂപത്തിലുള്ളതാകട്ടെ, അല്ലാത്തതാകട്ടെ, ഒന്നിലേക്കും മുതിരരുത്. കുല്ലു മുസ്കിരിൻ ഖംറുൻ, മസ്താക്കുന്ന തരത്തിലുള്ള വസ്തുക്കളുടെ ഒക്കെ പേര് ഖംറ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പല ഉപായങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ ഖൗമ് ഇത് ഹലാലാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് സ്വഹാബത്തിനോട് പറഞ്ഞല്ലോ. അവസാന ഘട്ടത്തിൽ വരുന്ന ആളുകൾ ഖംറിനെ ഹലാലാക്കുമെന്ന് പറഞ്ഞപ്പോ അന്ന് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഇത്രയും ദൂഷ്യവശങ്ങളൊക്കെ ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചു
വിശദീകരിച്ചിട്ട് എങ്ങനെ അവര് ഹലാലാക്കാനാണ്. ഈ മദ്യത്തിന്റെയും ലഹരിയുടെയും വിഷയങ്ങൾ ഇത്ര വ്യക്തമായി അള്ളാഹു ഖുർആനിലൂടെ വിശദീകരിച്ചു. എന്താ അള്ളാഹു പറഞ്ഞത്? പിശാച് മദ്യപാനത്തിലൂടെയും ലഹരിയിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഉദ്ദേശിക്കുന്നത് എല്ലാ നന്മകളിൽ നിന്നും നിങ്ങളെ തടഞ്ഞു മാറ്റിയിട്ട് പിശാചിന്റെ ആളുകളാക്കി മാത്രം നിങ്ങളെ മാറ്റും. സമൂഹത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. കുടുംബ കലഹമുണ്ടാക്കാൻ നിങ്ങളെ ഒരുക്കും. ആ വിഷയങ്ങൾക്കൊക്കെ അവൻ പ്രേരണ നൽകും. അതല്ലാതെ മറ്റൊന്നതിന്റെ പിന്നിലില്ല എന്ന് എത്രയും വ്യക്തമായി അല്ലാഹു തആല വിശദീകരിച്ചിട്ടും എങ്ങനെയാണ് ഈ ഉമ്മത്തിലെ ആളുകൾ ഇത് ഹലാലാക്കുന്നത്? തങ്ങൾ പറഞ്ഞു സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അവര് പേര് മാറ്റി പറയും. ഇത് ആ ഖുർആന് പറഞ്ഞ ഇസ്ലാം പറഞ്ഞ ആ ഖംറല്ലത്, ഇത് വേറെയാണ്, ഇത് പേര് വേറെയാണ്. നിങ്ങൾ ആ പറഞ്ഞല്ല, ഇതാ ശരീഅത്തിൽ ഹറാമാക്കി അതല്ലത്, ഇത് വേറെയാണ്. അതും ഇത് എത്ര വ്യത്യാസമുണ്ട്? സംഗതി വ്യത്യാസമൊന്നുമില്ല, സംഗതി ഒന്ന് തന്നെയാണ്. അല്ലേ ആൾക്കാരൊക്കെ ചോദിക്കുന്നത്? ആൽക്കഹോളിന് പ്രശ്നമില്ലല്ലോ, കാരണം അതിലങ്ങനെ ആ വാസനയും അതിലങ്ങനെ ആ ഇടങ്ങേറും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. മസ്റ്റ് അത് പിന്നെ ഇങ്ങനെ ഒരു മൂഡിന് ഇങ്ങനെ മോഡിഫിക്കേഷൻ വേണ്ടേ? ഒന്ന് ഇരിക്കുമ്പോ എന്തെങ്ങനെ ഒന്നിങ്ങനെ ഒരു കറക്കുണ്ടെങ്കിലല്ലേ ഒരു സുഖം ഉണ്ടാകുള്ളൂ. അത് പേര് മാറില്ല, ആൽക്കഹോൾ എന്നല്ലേ, പേര് മാറ്റിട്ടാ മാത്രം ഹലാലാകൂ. സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, എത്ര കറക്റ്റാ നോക്ക് നിങ്ങൾ. ഇന്ന് പേരങ്ങനല്ലേ, ഇംഗ്ലീഷ് അക്ഷരങ്ങളിലല്ലേ പേരറിയപ്പെടുന്നത്. ഇന്ന് പേരൊക്കെ അങ്ങനെയാണല്ലോ, ഇംഗ്ലീഷ് അക്ഷരം 3 അക്ഷരം 4 അക്ഷരം. ഒരു പാർട്ടി പേര് പോലെയാണ് ഇപ്പൊ മദ്യവസ്തുവിന്റെ പേര് മയക്കവസ്തുവിന്റെ പേരായി വരുന്നത്. പേര് മാറ്റിയിട്ട് അവര് ഹലാലാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ ചതിക്കുടിയിൽ പെട്ടുപോകരുത്. ഇത് ഞാൻ ഉണർത്താൻ കാരണം, ഈ വിൽപ്പനക്കാരുടെ ലിസ്റ്റ് വരുമ്പോ സഹോദരങ്ങളെ, മുസ്ലിം മെമ്പർഷിപ്പ് അതിൽ കാണുന്നുണ്ട്. സഹോദരന്മാരോട് മാത്രല്ല ഞാൻ പറയുന്നത്, സഹോദരിമാരും ഉണ്ട്, സഹോദരിമാരും ഉണ്ട്. കാരണം അവരിപ്പോ വിൽപ്പനയിൽ സ്ട്രോങ്ങാ. ഉമ്മമാരെ, നിങ്ങൾ മക്കൾക്ക് നല്ല ചെലവ് ചെയ്യുന്നുണ്ട്, നല്ല അധ്വാനങ്ങളിൽ നിങ്ങൾ നടത്തുന്നുണ്ട്. അല്ലാഹു തആല അത്തരക്കാരോട് രണ്ടാമതായി പറഞ്ഞത് വത്തഖാ, കൊടുത്താൽ മാത്രം പോരാ, ചെലവഴിച്ചാൽ മാത്രം പോരാ, തഖ്വയിലധിഷ്ഠിതമായി ജീവിക്കണം, സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. വസദ്ദഖ ബിൽ ഹുസ്നാ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വാഗ്ദാനം സത്യമായി അംഗീകരിക്കണം, ഉറച്ചു വിശ്വസിക്കണം. ഫസനു യസ്സിറുഹു ലിൽ യുസ്റാ, അവന് നമ്മൾ എളുപ്പം നൽകും. ലിൽ യുസ്റാ, എളുപ്പമാർഗത്തിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് അവന് എളുപ്പം നൽകും. നല്ല മാർഗം സ്വർഗത്തിലേക്ക് ഒരുക്കി കൊടുക്കും. അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചു. ഫസനു യസ്സിറുഹു ലിൽ യുസ്റാ എന്ന് പറഞ്ഞാൽ ഈ നന്മകളൊക്കെ മേളിച്ച ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും. അതുകൊണ്ട് മൂമിനായ മനുഷ്യനെ പറ്റിയാണ് അല്ലാഹു ഈ പറഞ്ഞത്. തൊട്ട് താഴെ അല്ലാഹു പറയുന്നു, അമ്മാമം ബഖില വസ്തഗ്നാ, പിശുക്ക് കാണിച്ചു, വസ്തഗ്നാ, എന്നിട്ടവൻ സ്വയം സമ്പത്ത് ഉള്ളവനായി അവൻ നടിച്ചു. എല്ലാ കാര്യത്തിനും എനിക്ക് എന്റെ സമ്പത്ത് മതി, സമ്പത്തിനെ ആശ്രയിച്ചു കൊണ്ടവൻ ജീവിച്ചു. വകദ്ദബ ബിൽ ഹുസ്നാ, നല്ല നല്ല ഫലങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ നിരാകരിച്ചു തള്ളി. അതൊക്കെ വെറുതെ കഥകൾ പറയാണ്, ഇവിടുന്ന് പകരം കിട്ടും, ആഖിറത്തിൽ അങ്ങനെ കിട്ടും, അതൊന്നും വിശ്വസിച്ചില്ല. മനസ്സുകൊണ്ടവൻ നിരാകരിച്ചു തള്ളി മാറ്റി. ഫസനു യസ്സിറുഹു ലിൽ യുസ്റാ, അവന് സഹോദരങ്ങളെ പരാജയത്തിലേക്കാണ് വടിയൊരുങ്ങുന്നത്, നരകത്തിലേക്കുള്ള മാർഗമാണ് യുസ്റാ എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് പ്രയാസം എന്നാണ്. പ്രയാസം ഏറ്റവും നിറഞ്ഞിരിക്കുന്ന ലോകം നരകലോകമാണ്. പരാജയത്തിനാണ് അവന് വടിയൊരുങ്ങുന്നത്. ഏതെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിലേക്കൊക്കെ അവന്റെ ജീവിതം പോകും. തിന്മകൾ അവൻ വാരിപ്പുണരും. അതാരെ സംബന്ധിച്ചാണ്? മുഅ്മിനീങ്ങളല്ലാത്തവരെ
പറ്റിയാണ്. നിഫാഖ് ബാധിച്ചവരുണ്ട്, കുഫർ ബാധിച്ചവരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ സുബ്ഹി നിസ്കാരത്തിന് വന്ന സ്വഹാബിമാരിൽ ഒരു അൻസാരിയായ സ്വഹാബി നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ എഴുന്നേറ്റ് പോയി. ഒരു ദിവസം അങ്ങനെ എഴുന്നേറ്റ് പോയപ്പോ തങ്ങൾ വിഷയമാക്കിയില്ല. രണ്ടാമത്തെ ദിവസവും അങ്ങനെ എഴുന്നേറ്റ് പോയി. പോകുന്നത് കണ്ടപ്പോൾ തങ്ങൾ ചോദിച്ചു, ഇന്നലെയും നിങ്ങൾ നേരത്തെ പോയി, ഇന്നും നിങ്ങൾ നേരത്തെ പോകുന്നു, എന്താണ് വിഷയം? ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സവിധത്തിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാണ്. എന്റെ വീടിന്റെ അടുത്ത് പക്കറ്റ് പിരിവ് വരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് നല്ലോണം കൈകാര്യം ചെയ്ത് മുതലാക്കി കൊടുക്കണം, നഷ്ടാക്കരുത്, ലാഭാക്കണം. നമ്മുടെ ഈ സംഘകുടുംബത്തെ സഹായിക്കണ്ടേ, നല്ല സഹായങ്ങൾ കൊടുക്കണം. കൂട്ടത്തില് നമ്മുടെ മുഹമ്മദ് ഫാദിൽ നൂറാനി അസ്സഖാഫി എഴുതിയ വിശുദ്ധ ഖുർആനിന്റെ മര്യാദകളൊക്കെ ഒരുമിച്ച് കൂട്ടിയ ഒരു ചെറു ഗ്രന്ഥം ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെ കൈകളിലേക്ക് കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ അതെത്തും. ബന്ധപ്പെട്ട ആളുകൾ എത്തിക്കും. നല്ല ഒരു സംഘ സംഭാവന കൊടുത്ത്, കൊടുക്കാനുള്ളവരൊക്കെ കൊടുക്കാൻ കയ്യിൽ ഒന്നുമില്ലാത്തവർക്ക് അവർ സൗജന്യമായിട്ടൊക്കെ തരും. എന്നാലും കൊടുക്കാനുള്ളവർ കൊടുത്ത്, ഇത് അടിക്കാനും ചെലവുണ്ടല്ലോ. ഒരു 10-30 പേജ് ഉണ്ട് ഇതില്, നല്ല നല്ല വിഷയങ്ങളുണ്ട്. ആവശ്യമുള്ള ആളുകൾ എന്ന അർത്ഥത്തിലല്ല, വീട്ടിലൊക്കെ ഉപകരിക്കാൻ പറ്റും. ഖുർആനിന്റെ മര്യാദകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അത്തിബിയാനു ഫീ ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥം ആധാരമാക്കി എഴുതിയ ഒരു ചെറുകൃതിയാണ്. ആവശ്യമുള്ള ആളുകളൊക്കെ അത് വാങ്ങി സ്വീകരിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തും. ആ അൻസാരിയായ സ്വഹാബി പറഞ്ഞു, എന്റെ വീടിന്റെ തൊട്ടടുത്ത് അയൽക്കാരന്റെ വീട്ടിൽ എന്റെ വീട്ടുമുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഈത്തപ്പഴ മരമുണ്ട്. അദ്ദേഹത്തിന്റെ ഈത്തപ്പഴ മരങ്ങളിൽ ഏറ്റവും അധികം കായ്കനികളുള്ളത് ഈ മരത്തിലാണ്. ആ മരത്തിൽ തന്നെ എന്റെ വീടിന്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന ഭാഗത്താണ് കൂടുതൽ കായ്കനികൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, തങ്ങളെ, ഇന്നലെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഇന്ന് നേരത്തെ പോകുന്നത്. ഇന്നലെ നേരം വൈകിപ്പോയപ്പോ എന്റെ വീട്ടിൽ നിന്ന് മുട്ടുകുത്തി നടക്കുന്ന എന്റെ കുട്ടി അത് പുറത്തേക്ക് വന്ന് ഒരു കാരക്ക എടുത്ത്, ഒരു ഈത്തപ്പഴം എടുത്ത് ഭക്ഷിക്കുന്നു. ഞാൻ ആ കുട്ടിയുടെ വായിൽ നിന്ന് അത് പുറത്തേക്ക് ചാടിച്ച് എന്റെ മോൻ കരഞ്ഞു. വിശപ്പിന്റെ ഊക്കുകൊണ്ടാ കരഞ്ഞത്. എന്നാലും ഭക്ഷിക്കാൻ ഞാൻ അയച്ചില്ല. അതും കൂട്ടിയെടുത്ത് ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ച് കൂട്ടി ആ മരത്തിന്റെ ചുവട്ടിലേക്ക് തന്നെ ഞാൻ വലിച്ചെറിഞ്ഞു. ആ ഒരു പ്രതിസന്ധി എനിക്കുണ്ട്, അതുകൊണ്ടാ ഇന്നും നേരത്തെ പോകുന്നത്. തങ്ങൾ സമ്മതം കൊടുത്തു. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ, സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. സ്വഹാബത്തിരിക്കുന്ന സദസ്സിലേക്ക് ആ വ്യക്തിയെ വിളിച്ചുകൂട്ടി. ആ വ്യക്തിയോട് തങ്ങൾ ചോദിച്ചു, ഈ അൻസാരിയായ സ്വഹാബിയുടെ വീട്ടുമുറ്റത്തേക്ക്, നിങ്ങളെ വീട്ടുമുറ്റത്തിൽ നിന്ന് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരമില്ലേ? നല്ല വൃക്ഷമാണ്, കായ്കനികൾ നിറഞ്ഞൊരു മരമില്ലേ? ഉണ്ട്. ആ മരം നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കണം. പകരം സ്വർഗത്തിൽ 10 മരങ്ങൾ നിങ്ങൾക്ക് തരാം. സ്വർഗത്തിൽ ഈ ഒന്നിന് പകരം 10 വൃക്ഷങ്ങൾ, ഈത്തപ്പഴ മരങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. സ്വഹാബിമാര് മുഴുവനും നോക്കുന്നു. ഇപ്പോൾ അദ്ദേഹം സമ്മതം പറയുമെന്ന് കരുതിയിട്ട്. പക്ഷേ ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വിശ്വാസ രംഗത്തുള്ള വൈകല്യം പുറത്തു ചാടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവധി കച്ചവടം ചെയ്യുന്ന ആളല്ല. സ്വർഗത്തിലെത്താന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷല്ലേ? മരിച്ച് പുനർജീവിച്ചതിന് ശേഷം കിട്ടുന്ന കാര്യല്ലേ പറഞ്ഞത്? അതൊരു അവധിയല്ലേ, കുറെ കാലം കഴിയണ്ടേ? അത്രേ വിശ്വാസമുള്ളൂ. വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറയുന്നത് ആ വലിയ പ്രതിഫലം, സ്വർഗലോകത്തുള്ള പ്രതിഫലം, അത് മനസ്സിലേക്കാണ് കടന്നിട്ടില്ല. വകദ്ദബ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞ രണ്ടാമത് പറഞ്ഞില്ലേ, അതാപ്പോ മനസ്സിലുള്ളത്. ആ വലിയ പ്രതിഫലം അത് നിരാകരിച്ചു, കളവാക്കി തള്ളി. അവധിക്ക് ഞാൻ കച്ചവടം ചെയ്യൂല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിനൊക്കെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. നല്ല ഒരു ഓഫർ കൊടുത്തിട്ട്, സഹോദരങ്ങളെ, ആ ഓഫർ ഒരു ഓഫറായിട്ട് മാത്രം കണ്ടാ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ ഓഫർ സ്വീകരിച്ചാൽ അതിന്റെ പിന്നിൽ വലിയ ഒരു സന്തോഷമുണ്ട്. സ്വർഗത്തിൽ ഒരു 10 മരം കിട്ടുന്ന പറഞ്ഞാൽ ഒരു 10 മരല്ലേ എന്ന് ചിന്തിക്കരുത്. മുഅ്മിനായിട്ട് ഈ മനുഷ്യന് മരിക്കാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാകും, അല്ലാതെ സ്വർഗത്തിലെത്തൂലല്ലോ. അതൊക്കെ ആ പറഞ്ഞ വിഷയത്തിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടതാണ്.
പക്ഷെ അതൊന്നും മനസ്സിലാക്കില്ല. ഒരു കച്ചവടം ലാഭാകണം, ഇവിടെ തന്നെ കിട്ടണം എന്നൊക്കെ മോഹിച്ചിട്ട് ഒറ്റ മറുപടി പറഞ്ഞു. അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ആ ഒരു മരത്തിന് പകരം എന്റെ തോട്ടത്തിൽ നിന്ന് നല്ലവണ്ണം കായ്ക്കനികളുള്ള 10 മരങ്ങൾ ഇദ്ദേഹത്തിന് ഞാൻ കൊടുക്കാം. നേരത്തെ പറഞ്ഞ സ്വർഗത്തിലെ 10 മരങ്ങൾ എനിക്ക് നൽകാമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം കണ്ടില്ലേ? വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. സ്വർഗീയ പ്രതിഫലം, ആ വിശ്വാസം മനസ്സിലേക്ക് നല്ലോണം കടന്നു. അതിലേക്കുള്ളൊരു തൗഫീഖാണ് പിന്നെ ലഭിച്ചത്. എന്റെ തോട്ടത്തിലെ 10 മരങ്ങൾ ഈ ഒരു മരത്തിന് പകരം ഞാൻ ഈ വ്യക്തിക്ക് കൊടുക്കാം. നേരത്തെ പറഞ്ഞ സ്വർഗത്തിലെ 10 എനിക്ക് നൽകുമോ? നിങ്ങൾക്ക് ഞാനത് തരാം സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി തന്റെ തോട്ടത്തിൽ നിന്ന് 10 മരങ്ങൾ എണ്ണിയെടുക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കായ്ക്കനികളുള്ള 10 മരങ്ങൾ നമ്പറിട്ട് എടുത്തോളൂ. സ്വർഗത്തിലെ 10 പകരം എനിക്കിവിടെ 10 കൊടുത്താൽ എന്താ? ഈ വാഗ്ദത്തം വന്നത് നിഷേധിക്കപ്പെടാൻ കഴിയാത്ത നാവിലൂടെയല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനമല്ലേ? അതിൽ വിശ്വാസം വേണം സഹോദരങ്ങളെ. ആ വിശ്വാസം ഉള്ള ആളുകൾക്ക് തൗഫീഖ് അല്ലാഹു തആല കൊടുക്കും. അതുകൊണ്ടാണ് പഴമക്കാര് സ്വർഗം അങ്ങോട്ട് കിട്ടും എന്ന് വിശ്വസിച്ചപ്പോ പഴയ കാലത്തുള്ള നമ്മളെ ആളുകള് പള്ളിക്ക്, മദ്രസക്ക്, സ്ഥാപനത്തിന് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വഖഫാക്കിയിട്ടും അവരെ വക കൊടുത്തത്. ഇന്ന് ജീവിക്കുന്ന ആൾക്കാർ പറയും, അന്ന് ബാപ്പ കൊടുത്ത ആ 10 സെന്റ് ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് കോടിപതിയാകായിരുന്നു. ഇന്ന് ആ 10 സെന്റ് നോക്കിയിട്ട് പറയും, ഉപ്പ ആ 10 സെന്റ് കൊടുത്ത എന്താണെന്നറിയോ? അന്ന് ഇതുപോലെ ആയത്തു ഹദീസൊക്കെ ഓതി ഉസ്താദുമാര്, ആലിമീങ്ങള്, സയ്യിദന്മാര് വാള് പറയുമ്പോ സ്വർഗം അങ്ങോട്ട് കിട്ടും പറയും. കിട്ടും ഉസ്താദേ, എന്നാ എന്റെ 10 സെന്റ് നിങ്ങൾ എടുത്തോളി. അവരെ വസദ്ദഖ ബിൽ ഹുസ്നാ. മനസ്സിൽ ശരിക്ക് തറക്കണത് അല്ലാഹു തആലയാണ് ഇത് വാഗ്ദാനം ചെയ്യണത്, ഞാനും നിങ്ങളും അല്ല. സ്വർഗത്തിന്റെ പ്രതിഫലമുണ്ട്, വാഗ്ദത്തുണ്ട്. ആരാ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. അത് ശരിക്കും ഉറച്ച് വിശ്വസിച്ചോ? മനസ്സിന്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചിട്ടുണ്ടോ? ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അവന് തൗഫീഖ് കൊടുക്കും, സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടി തെളിയിച്ചു കൊടുക്കും. അങ്ങനെ ആ മാർഗാണ്. കുടുംബമൊക്കെ ഉണ്ടെങ്കിലും, കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും, നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഒരു മടിയുണ്ടാകൂല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഹിജ്റ പോയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി നാട്ടുകാർ പറഞ്ഞൊരു പരാതി ഉണ്ട്. ആരോട്? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പയോട്. നിങ്ങളെ മകന് കുടുംബത്തൊക്കെ പട്ടിണിയാക്കിയിട്ടാണ് നബി തങ്ങളെ കൂടെ ഇവിടുന്ന് അങ്ങോട്ട് മദീനയിലേക്ക് ഹിജ്റ പോയത്, സമ്പത്ത് മൊത്തം കൊണ്ടുപോയിട്ടുണ്ട്. നാട്ടുകാരാ പറഞ്ഞ പരാതി സംഗതി ശരിയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് മൊത്തം സമ്പത്ത് മൊത്തം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ കുടുംബത്തിനോ? അലല്ലാഹ്, അല്ലാഹു തആല അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു ഉറച്ച തവക്കുലുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് കൊടുക്കാം. നമ്മളെ തവക്കുൽ അത്ര ഉറക്കാത്ത കൊണ്ട് ഫുള്ള് കൊടുക്കണ്ട, പാകത്തിന് കൊടുത്താൽ മതി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ആത്മസമർപ്പണത്തിന്റെ ബോധം അത്ര കട്ടിയുള്ള ഈമാനും യഖീനുള്ള ആളുകൾക്ക് കൊടുക്കാം. അല്ലാത്തവരങ്ങനെ കൊടുത്തിട്ട് പിറ്റേന്ന് റെസീറ്റ് ആയിട്ട് വരാൻ പാടില്ല, അത് ബുദ്ധിമുട്ടോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹിജ്റല്ലേ, ഹിജ്റക്ക് ആവശ്യമായത് എന്തും വേണ്ടി വരും, കൊണ്ടുപോയി. സമ്പത്ത്, ഇവിടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. ഉപ്പ വന്നു, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പ വീട്ടിൽ വന്നു. അപ്പൊ അസ്മാ ബീവി റളിയല്ലാഹുവിന്റെ മക്കളൊക്കെ അതിന് മാത്രം നല്ല 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 മുത്തുമണികളായ മക്കളല്ലേ. ആ മക്കളോട് ചോദിച്ചു, നിങ്ങളെ വാപ്പ നിങ്ങളെ പട്ടിണിക്കിട്ടാണോ പോയത്? അസ്മാ ബീവി റളിയല്ലാഹുന്ന അവിടെ ഉണ്ടായിരുന്നു ചെറിയൊരു കവറ്. ആ കവറിൽ കുറെ ഉരുളൻ കല്ലുണ്ടായിരുന്നു. പുറത്തു നോക്കിയൊരു ദീനാറും ദിർഹവും മോഡൽ തോന്നും. അത് പുഴയിലെ നല്ല മിനുസുള്ള പാകത്തിനുള്ള കല്ലില്ലേ, ആ കല്ലാണ്. ആ കവർ ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചു കൊടുത്തു, അതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതുണ്ടോ? ശരി തന്നെയാണ്, അതുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ ഉണ്ട് പറഞ്ഞു. അപ്പൊ ബാപ്പ ഇങ്ങനെ നോക്കുമ്പോ ഒറ്റ നോട്ടത്തിൽ തോന്നും, ഈ ചാക്കിലുള്ള ഇത്രയും ദൃഹമുണ്ടോ? എന്നിട്ടാ ഒക്കെ കൊണ്ടുപോയി നാട്ടുകാർ പറഞ്ഞേ, ഇതൊക്കെ ഉണ്ടോ? അപ്പൊ തിരിച്ചുപോയും ചെയ്തു.
എന്നാ ആ കുടുംബം ഏതെങ്കിലും ഒരു ദിവസം പട്ടിണിയിലായിട്ടുണ്ടോ? ഇല്ല. വിഷമത്തിലായിട്ടുണ്ടോ? ഇല്ല. ബുദ്ധിമുട്ടിലായിട്ടുണ്ടോ? ഇല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവസാനത്തെ പ്രഭാഷണത്തിൽ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഉപകരിച്ച സമ്പത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്താണ്. സ്വന്തം സ്വത്ത് പോലെ ഞാൻ കൈകാര്യം ചെയ്തൊരു സ്വത്താണത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ ഒരു സ്വത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. അത്ര കണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ചെലവഴിച്ചു. തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സഹോദരങ്ങളെ, എത്രയോ അടിമകളെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചത്. ഈ ആയത്തിറങ്ങിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിഷയത്തിലാണ് എന്ന് പറയുന്നു. ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഈ ആയത്തിറങ്ങിയത് ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. നല്ലവണ്ണം ചെലവഴിച്ചു, മുത്തഖിയായ നിലക്ക് ജീവിച്ചു, അല്ലാഹുവിന്റെ ഫലത്തിൽ അല്ലാഹുവിന്റെ പ്രതിഫലത്തിൽ വിശ്വസിച്ചു, അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് നല്ല തൗഫീഖുകളൊക്കെ ലഭിക്കും കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റിയാണ് എന്ന് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുപാട് അടിമകളെ മോചിപ്പിച്ചിരുന്നു. ആ അടിമകളിൽ അധികവും വൃദ്ധരായിരുന്നു. പ്രായം ചെന്ന ഉപ്പമാരും പ്രായം ചെന്ന ഉമ്മമാരുമായിരുന്നു. അന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഉപ്പ ചോദിച്ചു, മോനെ അറാക തഅതിഖു ഉനാസൻ ളുഅഫാ, കുറെ ദുർബലരായ മനുഷ്യന്മാരെയാണല്ലോ നീ ഇത്തൊക്കെ ചെല്ലുന്നത്. നല്ല തടിയും ആരോഗ്യമൊക്കെയുള്ള ആൾക്കാരെ ഇത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാനും ശത്രുക്കൾ വരുമ്പോ തടയാനും പ്രതിരോധിക്കാനും ഒക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യമാകൂലേ? പാപ്പ ഒന്ന് ചോദിക്കാണ്, മോനെ ഇത്തൊക്കെ ചെല്ലുന്ന ആൾക്കാർ അധികം ദുർബലരാണ്. നീ കുറെ പെണ്ണുങ്ങളെ മോചിപ്പിച്ചു അടിമത്തത്തിൽ നിന്ന്, കുറെ ആണുങ്ങളെയും മോചിപ്പിച്ചു, പക്ഷെ ഒക്കെ വയസ്സായ ആൾക്കാര്, രോഗമുള്ള ആൾക്കാര്, ക്ഷീണമുള്ള ആൾക്കാരാണല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഐ അബതി ഉപ്പാ ഇന്നമാ ഉരീദു മാ ഇൻദല്ലാഹ്, എന്റെ കൂടെ നിന്ന് പ്രതിരോധിക്കാനല്ല ഞാൻ അവരെ മോചിപ്പിച്ചത്, അള്ളാഹുവിന്റെ പക്കലുള്ള പ്രതിഫലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. വസദ്ദഖ, അടിയുറച്ച് വിശ്വസിച്ചു, ബിൽ ഹുസ്നാ, നല്ല പ്രതിഫലം പകരം കിട്ടുമെന്ന് വിശ്വസിച്ചു. നിങ്ങൾ നോക്ക്, നല്ല പ്രതിഫലം പകരം കിട്ടുമെന്ന് വിശ്വസിച്ച അമലുകളൊക്കെ നമ്മളും ജീവിതത്തിൽ പതിവാക്കണം. നമുക്ക് അതിന്റെ വിശ്വാസത്തിന്റെ കുറവാണത് പതിവാക്കാത്തതെന്നാ മനസ്സിലാക്കുന്നത്, അല്ലേ? ആളുകൾക്ക് അതിന്റെ പതിവിന്റെ കുറവ്, വിശ്വാസത്തിന്റെ കുറവാണ് എന്നാ മനസ്സിലാകുന്നത്. എല്ലാ പള്ളിയിലും ഉണ്ട് ചുമരിലെഴുത്ത്, എല്ലാ പള്ളിയിലും ഉണ്ട്. ഞാൻ കയറിയ പള്ളിയിൽ കാണാത്ത കുറവാണ്. ഇനി ഇല്ലാത്ത പള്ളികളുണ്ടെങ്കിൽ പറയുന്നുണ്ട്, അതൊന്ന് പറയാം. എന്ത്? ഔലങ്കരയിൽ തന്നെ ഉണ്ട്, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. ആ 8 ഉള്ളൂ, 10, 20, 30 ഇല്ലേ? ഒതു കൊടുത്ത ആള് നേരെ അങ്ങോട്ട് പോവാ. ഈ ദുആ ചൊല്ലിയാൽ 3 പ്രാവശ്യം ചൊല്ലിയാൽ, ഖിബിലാക്ക് മുന്നിട്ട് കൈയും കണ്ണും ഒക്കെ മേൽപോട്ട് ഉയർത്തിയിട്ട് 3 പ്രാവശ്യം ഈ ദുആ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. 8 ഉള്ളൂ, കുറവല്ലേ? നമുക്ക് 8 പോരാ, നമുക്ക് 1 പോരെ വിശ്വസിക്കാൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കല്ലേ അത്? എത്ര വലിയ ഫലവത്തായ അമലാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ സ്വീകാര്യതയോടുകൂടെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഒരുപാട് മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാകും. ആ ദുആ ചൊല്ലണ്ടേ സഹോദരങ്ങളെ? ഇന്ന് ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ എത്ര സമയം വുളു എടുത്തു, എത്ര ദുആ ചൊല്ലി, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഫലത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ചൊല്ലാതെ മുന്നോട്ട് പോകൂല. അതാ നമ്മളും പഴമക്കാരും തമ്മിലുള്ള മാറ്റം. നമ്മൾ അത്ര നോളജ് ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അത്ര അക്ഷരാഭ്യാസം ഒന്നും ഇല്ലാത്ത വല്യപ്പമാരും വല്യമ്മമാരും ചെറിയ പാത്രങ്ങളിൽ, മൺപാത്രങ്ങളിലൊക്കെ വുളു എടുത്ത് ദുആ കഴിഞ്ഞിട്ടല്ലാതെ ആ വുളു എടുത്തിടുന്നാണ് വീട്ടിലേക്ക് കയറൂല. നമുക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും വർദ്ധിച്ചപ്പോ ഈമാൻ കുറഞ്ഞോ എന്നൊരു സംശയം.
ബിൽ ഹുസ്ന, ഈ ഓഫറിൽ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വാഗ്ദത്തങ്ങൾ മൊത്തം വിശ്വസിക്കണം. അത് ചെറുതല്ല. ആ വിശ്വാസത്തിന്റെ കട്ടിക്കനുസരിച്ച് വലിയ ഫലം ലഭിക്കും. അങ്ങനെ ഈ ഓഫറിൽ വിശ്വസിച്ചിട്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ ആ 10 മരങ്ങൾ ഒരു മരത്തിന്റെ പകരം കൊടുത്തത്? ആ അൻസാരിയായ സ്വഹാബിക്ക് എളുപ്പം കിട്ടി. ആ ഒരു മരം വീട്ടിലേക്ക് ചെന്ന മുനാഫിക്കായ മനുഷ്യൻ തന്റെ ഭാര്യയോട് രാത്രി പറഞ്ഞു, ഇന്ന് കച്ചവടമൊക്കെ നല്ല ലാഭാണ്, 10 മരാണ് ഒന്നിന് പകരം കിട്ടിയത്. പക്ഷേ നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ, എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. വീട്ടുമുറ്റത്തുള്ളത് നാളെ രാവിലെ ആകുമ്പോഴേക്ക് തിരുത്തി പറയാ, ഞാൻ തന്നിട്ടില്ല എന്ന് പറയാ. മറ്റേത് 10 നമ്പർ ഇട്ട് വാങ്ങി, അത് ഉറപ്പായി. ഈ ഒന്നും കൂട്ടി 11 നമുക്ക് ലാഭടിക്കും നാളെ രാവിലെ ആകുമ്പോ പറയാൻ നോക്കുമ്പോഴേക്ക് ചില ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് ആ മരം നേരെ ഈ സ്വഹാബിയുടെ വീട്ടുമുറ്റത്തേക്ക് അതിങ്ങനെ അങ്ങോട്ട് നടന്നു വന്നു എന്നാണ്. അങ്ങനെ അങ്ങോട്ട് നടന്നു വന്നു. അത് തങ്ങളെ ദഅവത്തിന് അല്ലാഹു തആല നൽകിയൊരു മുഅ്ജിസത്താണ്. ജാഅത്തിൽ ദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. അല്ലാഹുവിന്റെ റസൂലിന്റെ ദഅവത്തിന് വേണ്ടി മരങ്ങൾ അതിന്റെ എല്ലാ വേരുകളും അടിയിൽ നിന്ന് പറിച്ചെടുത്ത് അതങ്ങനെ തന്നെ നടന്നു വന്ന് ഇങ്ങോട്ട് വെച്ചു. നബി തങ്ങളെ ഒരു മുഅ്ജിസത്താണ്. അൻസാരിയായ സ്വഹാബിക്ക് അല്ലാഹു നൽകിയ വലിയൊരു ബഹുമാനമാണ്. മുനാഫിഖിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങൾ നോക്ക്, ദുനിയാവിൽ ആഖിറത്തിലേക്കുള്ള ഓഫർ പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത മനുഷ്യൻ അയാൾ ആ ഒരൊറ്റ മരം കൊടുക്കാൻ വിസമ്മതിച്ചു. സ്വർഗപ്രവേശനം അയാൾക്ക് വേണ്ട, സ്വർഗത്തിലെ സുഖങ്ങളൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കിലുള്ള വിശ്വാസവും പോരാ, ശരിയായ നിലയ്ക്ക് വിശ്വസിക്കുന്ന ആളുകളാകണം. ബുഖ്ലുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയൂല. പിശുക്കുള്ള ആളുകള് അത്രയൊക്കെ കൊടുത്താൽ കാര്യം കിട്ടോ? ആ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്ക് കിട്ടോ? അതൊക്കെ മുൻഗാമികൾക്ക് മാത്രമാകുമോ? സഹോദരങ്ങളെ, ഈമാനുണ്ടോ? എന്നാൽ അടിയുറച്ച വിശ്വാസം വേണം. അല്ലാഹു തആല ഖുർആനിൽ പറയുന്ന ഈ വാഗ്ദത്തം ഈമാനുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും ലഭിക്കുന്നതാണ്. അതിൽ ഒരു കാര്യവും ഒരു വിഷയവും ശ്രദ്ധിക്കേണ്ടതില്ല, ഒന്നും ഒരു കാര്യവും തടയേണ്ടതില്ല. സമ്പത്ത് മാത്രം കുമിഞ്ഞുകൂടിയത് കൊണ്ട് രക്ഷപ്പെടുമെന്ന് ആരും ചിന്തിക്കണ്ട. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. അല്ലാഹു തആല പറഞ്ഞു, നോക്ക് നിങ്ങൾ, ഈ സമ്പത്ത് ആ മനുഷ്യന് എന്ത് ചെയ്യും, എന്ത് ഉപകാരം ചെയ്യും? ഇദാ തറദ്ദാ, അവൻ നാശത്തിലങ്ങ് അകപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നരകത്തിന്റെ ആഴിയിലേക്ക് വീണുപോയാൽ സമ്പത്ത് അവനെ രക്ഷപ്പെടുത്തുമോ? രക്ഷപ്പെടുത്തുകയില്ല. ഇവിടെ ഏതൊരു കേസിലും കുടുങ്ങിയാൽ ആളുകൾ കണക്കൂട്ടുന്നത് ഇത്ര ലക്ഷം ഉണ്ടായാൽ, ഇത്ര കോടി ഉണ്ടായാൽ അതിൽ നിന്ന് പതുക്കെ രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. ഒരു 10 കോടി ഇങ്ങനെയും പല വഴിക്കും കൊടുത്താൽ മതി, എന്നാ ഒന്ന് തലയൂരി പോരാം, കേസ് നമ്മളിൽ നിന്ന് പിൻവലിക്കാം. പക്ഷേ നശിക്കേണ്ട ഏറ്റവും വലിയ നാശത്തിന്റെ പാതാളം, നരകത്തിലങ്ങ് അകപ്പെട്ടു പോയാൽ, കുഴിയിലേക്ക് വീണുപോയാൽ, രണ്ടുമുണ്ട്. ഖബറിലേക്ക് പോയി വീണു, മരിച്ചിട്ട് മണ്ണിലെത്തി, സമ്പത്ത് എന്ത് ഉപകാരം ചെയ്യാം? മണ്ണിൽ പോയി കിടക്കുന്ന ഈ മനുഷ്യന് ഭൂമി ലോകത്തുള്ള ഈ സമ്പത്ത് എന്തുപകാരം ചെയ്യും? എന്തുപകരിക്കാൻ? ഏത് സമ്പത്ത്? കൊടുക്കേണ്ട മേഖലകളിൽ കൊടുക്കാതെ പിശുക്കി വെച്ച സ്വത്ത്. നിർബന്ധമായിട്ടുള്ള മേഖലയൊക്കെ ബാക്കിയുണ്ട്, സുന്നത്തായിട്ടുള്ള മേഖലയും ബാക്കിയുണ്ട്, അവിടെ ഒന്നും ചെലവഴിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ, അതിന് മരിച്ച ആൾക്കാരെ ഹദ്റത്തിലേക്ക് മക്കളും മറ്റോലൊക്കെ കുറെ സ്വതക്ക കൊടുക്കൂലേ, ഭക്ഷണങ്ങളും മറ്റൊക്കെ ആയിട്ട് കുറെ 100, 500 മറ്റൊക്കെ കൊടുക്കൂലേ, ഒക്കെ കബറിലേക്ക് എത്തൂലേ? നിർബന്ധ ബാധ്യത തന്നെ ഇവിടെ കെട്ടിക്കണക്കിന് കിടക്കുക. എന്നിട്ട് ഈ കൊടുക്കണ 100-500 ആൾക്കാർ കൊടുക്കണ ഈ സംഭാവന കൊണ്ട്, ഈ ഭക്ഷണം കൊണ്ടും മറ്റേ ആളും രക്ഷപ്പെടും, സലാമത്താവുന്നു, അങ്ങനെ കരുതിയിരിക്കുക. അപ്പോ ആൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്. പക്ഷെ ആള് വിചാരിച്ച് ഹജ്ജിനൊന്നും പോകാൻ നേരായിട്ടില്ല. മക്കള് സ്വത്തിങ്ങനെ വിരിക്കുമ്പോ മക്കള് കരുതി, അല്ല ബാപ്പക്ക് ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ, ഹജ്ജ് നിർബന്ധമായിട്ടല്ല, ബാപ്പാന്റെ സ്വത്ത് നോക്കുമ്പോ ഹജ്ജ് ചെയ്യണ്ടേ, ബാപ്പാന്റെ കാലത്ത് ചെയ്യേണ്ടതല്ലേ, ഇനിയിപ്പോ നമ്മളതിന് ഒരുങ്ങാ, നിങ്ങൾ ആ സ്വത്തണ് വീതിച്ചാൽ ഒരുപാട് മുറാദ് ഹാസിലാകാണ്ട് ഇവിടെ. ഇനിയിപ്പോ ബാപ്പാന്റെ പേരിൽ ഹജ്ജ്, അതിന് പഴയ കാലത്ത് പോലെ ചെറിയൊരു കാശ് കൊടുത്താലും പോലെ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കണം.
അതൊന്നും ഇപ്പൊ ആകൂല. അങ്ങനെ ചിന്തിക്കല്ലേ. ബാപ്പ കൊടുത്ത വഴിയിലേക്ക് കൊടുക്കാനോ ബാപ്പാന്റെ ബാധ്യതകൾ വീട്ടാനോ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് വരുന്നത് വളരെ തുച്ഛം ആൾക്കാർ. അപ്പൊ ഉമ്മ പറഞ്ഞു, മക്കളെ ബാപ്പാക്ക് നോമ്പ് ഒരുപാടുണ്ട്, അത് നോറ്റ് വീട്ടിയാൽ മാത്രം പോരാ, മുദ്ദും കൊടുക്കണം. മുദ്ദ് ഇങ്ങനെ ഇവരിങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോ ഒരു 10-16 വർഷത്തെ നോമ്പിന്റെ മുദ്ദുണ്ട്. ലോഡ് കണക്കിന് അരി കൊണ്ടുവരും, നാളെ പോയി മുദ്ദൊക്കെ അരി കൊടുക്കാൻ കഴിയുള്ളൂ, ചെറുതൊന്നും പോരാ. കാരണം പിന്തിച്ചതിന് അതിനനുസരിച്ച് കൂടുമല്ലോ. ആരോഗ്യം ഉണ്ടായിട്ടും നോൽക്കാതെ പിന്തിച്ചതാണ്, ആരോഗ്യവാനാണ്, നോൽക്കാതെ അങ്ങനെ വെച്ചതാണ്. അപ്പൊ ഒരു മുദ്ദൊന്നും പോരല്ലോ, വർഷം കൂടിത്ത അനുസരിച്ച് മുദ്ദിങ്ങനെ എണ്ണം കൂടൂലേ. അപ്പൊ ഒരു മുദ്ദ് കൂട്ടി നോക്കുമ്പോ 1 ലോഡ് അരി എങ്ങാനും വേണം. 1 ലോഡ് അരിക്കൊക്കെ കാശ് എത്ര വേണം? അതൊന്നും ഉണ്ടായിരുന്നാണ്. അതൊക്കെ അന്ന് ഉസ്താദ് തെൽക്കീൻ ചൊല്ലിക്കൊടുത്ത് തസ്ബീ തല്ലി കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് അഫുവായിട്ട് പോയിട്ടുണ്ടാകും. പോകൂല. അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ? കുഴിയിൽ അങ്ങ് വീണാൽ ഈ സമ്പത്ത് എന്തുപകാരം ചെയ്യും നിനക്ക്? ഹയാത്ത് കാലത്ത് കൊടുത്തോ, അതേ ആഖിറത്തിൽ ഏറ്റവും വലിയ ഉപകരിക്കാനുള്ള മുതലുണ്ടാകുള്ളൂ. എന്റെ സ്വന്തം മകല്ല, തഫ്സീർ അങ്ങനെയുള്ളത്. കുഴിയിലേക്ക് വീണു, ഖബറടക്കപ്പെട്ടു. സമ്പത്ത് എന്തുപകാരം ചെയ്യും? സമ്പത്ത് തൊടാനേക്കോ സംഗതി, ഏതെങ്കിലും സംഗതിയിൽ ബാധ്യത വിട്ടാൻ. ഇന്നും ബാധ്യതകൾ ബാക്കി വെച്ച എത്ര വിഷയങ്ങളുണ്ട്, എത്ര ബാധ്യതകൾ പൂർത്തിയാക്കാത്ത വിഷയമുണ്ട് സഹോദരങ്ങളെ. പാപ്പാന്റെ ഒരു ഹക്ക് ബാധ്യതയല്ലേ അതിന്മേലുണ്ട്. പിന്നെ നിങ്ങളിലേക്കാണ് അതിന്റെ ഹക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോ ആ ഹക്ക് വിട്ടാൻ ബാക്കിയുള്ള ആളുകൾക്ക് അത്ര ജാഗ്രത വേണ്ടേ? ജാഗ്രതയില്ല. വാഗ്ദത്തങ്ങൾ ബാക്കി വെക്കാതെ പൂർത്തിയാക്കിയിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വേണ്ടി വന്ന പൊതുസ്വത്ത് പൊതു ഖജനാവിലേക്ക് തങ്ങളെ വഫാത്തിന് ശേഷം ആദ്യം പൊതുസ്വത്ത് വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിളംബരം എന്താണെന്നറിയോ? ആർക്കെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം തരാനുണ്ടെങ്കിൽ, വല്ല വാഗ്ദാനവും തങ്ങൾ നിറവേറ്റാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം, ഇവിടെ സമ്പത്ത് എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സമ്പത്ത്, ആദ്യത്തെ സമ്പത്ത് വന്നു തങ്ങളെ വഫാത്തിന് ശേഷം. ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അതാ വരുന്നു ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു വന്നു. എനിക്ക് തരാനുണ്ട്. തങ്ങൾ വഫാത്തിന്റെ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, ഇനി ബൈത്തുൽ മാലിലേക്ക് സ്വത്ത് വന്നാൽ ജാബിറെ നിങ്ങൾക്ക് ഇത്രയും 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 തരാം. 2 കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാ തങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളെ 2 കൈയും കൂട്ടിപ്പിടിച്ച് ഈ ചാക്കിൽ നിന്നൊന്ന് വാരിക്കോളും. ദിർഹമാണ് വാരുന്നത്, ഗോതമ്പല്ല, വാരൂന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു ഒന്ന് വാരിയെടുത്തു. എണ്ണാൻ പറഞ്ഞു 500 ദിർഹം. അതിലേക്ക് 1000 കൂടി കൂട്ടിക്കൊടുത്തു, 1500 ദിർഹം. പിന്നെയും ചോദിച്ചു, അനൗൺസ്മെന്റ് ചെയ്തു, ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വരണം. പെട്ടെന്നൊന്നും ഇത് ബൈത്തുൽ മാലിലേക്ക് വെക്കുന്നില്ല. കടം മാത്രല്ല, വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിലും. പള്ളി മിഹ്റാബിൽ നിന്ന് മിമ്പറിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോ മക്കളെ മനസ്സിലൊക്കെ ഒരു നാടിമിടിപ്പ് ഇങ്ങനെ, പഠിച്ചോനെ ആരെങ്കിലും ഈ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് നാളെ പറ്റിയെന്ന് വന്നാലോ, അടുത്ത ആഴ്ച വന്നാലോ, പിറ്റത്തെ ആഴ്ച വന്നാലോ. സഹോദരങ്ങളെ, അന്ന് തന്നെ വരാൻ പറ്റിയാൽ വന്നിട്ട് കൊടുത്താല് ആ കിടക്കുന്ന ആൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകുന്നറിയോ? ബാധ്യത വീട്ടാതെ ഈ പിരിഞ്ഞ ആളുടെ റൂഹ് ഇല്ലീനിലേക്ക് എത്തേണ്ട റൂഹാണെങ്കിൽ, സ്വാലിഹീങ്ങളെ കാണേണ്ട റൂഹാണെങ്കിൽ, ഒരു ഭാഗത്ത് അതങ്ങനെ തടഞ്ഞു വെക്കപ്പെട്ട രീതിയിൽ നിൽക്കും. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി ഹത്താ തുഖ്ലാ അൻഹു സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ മനുഷ്യന്റെ വേർപിരിഞ്ഞ ആത്മാവ് അവന്റെ കടവുമായി, അവന്റെ ബാധ്യതയുമായി കെട്ടുപിണഞ്ഞ് അവിടെ നിൽക്കും. പോകേണ്ട മക്കാനിലേക്ക്, സ്ഥലത്തേക്ക് എത്തൂല. ഹത്താ തുഖ്ലാ അൻഹു, അത് വീട്ടപ്പെടുന്നത് വരെ, അത് ഒഴിച്ചു മാറ്റുന്നത് വരെ. അത് ചെറിയൊരു സംഗതിയൊന്നുമല്ല, ചെറിയൊരു കാര്യമല്ല. ഹയാത്ത് കാലത്ത് കൊടുത്താൽ ആ കൊടുത്ത അത്രയും വലിയ ഖൈറായ സംഗതിയാണ്. അല്ലാതെ കൊടിയിലെത്തിയതിന്റെ ശേഷം നമ്മളെ സമ്പത്ത് കൊണ്ട് കാര്യമായിട്ടൊരു ഉപകാരം കിട്ടൂല. അത് ബാക്കിയുള്ളവര് വീതം വെച്ച് അവരെ കാര്യത്തിന് ഉപയോഗിക്കും. നമ്മളുടേതാന്ന് പറഞ്ഞ് ഓരോരുത്തരും ഉപയോഗിക്കും.
അല്ലെങ്കിൽ നരകത്തിന്റെ ആഴിയിലേക്ക് വീണുപോയാൽ സമ്പത്ത് ഉപകരിക്കുമോ? അവന്റെ സമ്പത്ത് അവന് എന്ത് നേട്ടം ചെയ്യാനാണ്, എന്ത് ഉപകാരം ചെയ്യാനാണ്? ഇതാ തറദ്ദ, ജഹന്നമിന്റെ ആഴിയിൽ അവൻ അകപ്പെട്ടു കഴിഞ്ഞാൽ ആർക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? ഏത് മലക്കിന് സമ്പത്ത് കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയും? സമ്പത്ത് കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചിന്തിക്കുമോ? ചിന്തിക്കും. ആഖിറത്തിൽ അങ്ങനെ കുറ്റവാളികൾ ചിന്തിക്കും സഹോദരങ്ങളെ. മുജ്രിമീങ്ങൾ അങ്ങനെ ആലോചിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. കുറ്റവാളികൾ ആഖിറത്തിലെത്തിയാൽ ദുനിയാവിലുള്ള മൊത്തം സമ്പത്ത് കൊടുത്തിട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനെ ഒരു ആഗ്രഹം കുറ്റവാളികൾക്കുണ്ടാകും. മുഅ്മിനീങ്ങൾക്കുള്ള ആഗ്രഹമല്ല പറയുന്നത്. ഈമാനില്ലാത്ത ആളുകൾ അങ്ങനെ ചിന്തിക്കുമോ? ചിന്തിക്കും. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. ഭാര്യമാരെ വേണമെങ്കിൽ കൊടുക്കാം, മക്കളെ വേണമെങ്കിൽ കൊടുക്കാം, സുഹൃത്തുക്കളെയും സഹവാസികളെയും കൊടുക്കാം. ഈ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിനം അന്ന് വരുമെന്ന് അല്ലാഹു തആല പറയുന്നു. കുറ്റവാളികൾ അങ്ങനെ ആഗ്രഹിക്കും. പക്ഷേ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സമ്പത്തുണ്ടായി ഹക്ക് വീട്ടാത്ത മനുഷ്യന് ആ സമ്പത്ത് എന്ത് ഉപകാരം ചെയ്യാനാണ്? ഒന്നും ചെയ്യുകയില്ല. അല്ലാഹു തആല പറയുന്നു, നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണോ? അല്ല. ഇന്ന അലൈനാ ലൽ ഹുദാ, നേർവഴി എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്ത് ഈ വഴിക്ക് നീ നടന്നോ, ഈ വഴിക്ക് നീ ചെലവഴിച്ചോ, ഈ ബാധ്യതകളൊക്കെ വീട്ടിക്കോ, സൂക്ഷിച്ച് നീ നടന്നോ എന്ന് ആ വിശദീകരിച്ചു കൊടുക്കുന്ന ബാധ്യത നമ്മക്കാണ്. അതിന്റെ ഉത്തരവാദിത്വം അല്ലാഹു പറയുന്നു നമ്മൾ ഏറ്റെടുത്തതാണ്. സൃഷ്ടികളെ സൃഷ്ടിച്ചത് മുതൽ നേർവഴി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് അവർക്ക് മാറ്റം വന്നുപോയി. അവരെ സ്വേച്ഛത അതിനെ അനുഭവിച്ചില്ല, അല്ലെങ്കിൽ കുടുംബം അനുവദിച്ചില്ല, കൂട്ടുകെട്ട് അനുവദിച്ചില്ല, പിശാച് അനുവദിച്ചില്ല, നാട്ടുകാരനുവദിച്ചില്ല. പലതും വരാം. കൂട്ടുകാരെ കൊണ്ട് നേർവഴിയിൽ നിന്ന് മാറി ചിന്തിച്ചവരുണ്ട്, കുടുംബം കൊണ്ട് നേർവഴിയിൽ നിന്ന് മാറിപ്പോയവരുണ്ട്. സത്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, സമ്പത്ത് പല വഴിക്കും നീക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് നേർവഴിയിൽ നിന്ന് മാറി ചിന്തിച്ചവരുണ്ട്. ഇന്ന അലൈനാ ലൽ ഹുദാ. മക്കയിലുള്ള ആളുകൾക്ക് നേർവഴി സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നതാണ് എന്ന് എത്ര ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തേ മാറിയാൽ ഒരുപാട് വിഷയമുണ്ട്. ചില ആളുകൾക്കൊക്കെ ഓലെ കാരണോസ്ഥാനം നഷ്ടപ്പെടും. നേതൃപദവി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും സഹിക്കാത്തതാണ്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഒരു നേതാവാന്നുള്ള ഒരു പവർ ഉണ്ടാവുമല്ലോ, അത് പോകുമോ എന്നൊരു പേടി. ചിലർക്ക് കുടുംബത്തിന്റെ സ്വീകാര്യത നഷ്ടപ്പെടുമെന്നൊരു പേടി. ചിലർക്ക് ഇത്രയും കാലം നമ്മെ ബഹുമാനിച്ചിരുന്ന ആളുകൾക്ക് ഇനി ബഹുമാനിക്കാതാകുമോ എന്നൊരു പേടി. ഇങ്ങനെ പല പേടി കൊണ്ട് മാറിയതാണ്. കാര്യം തിരിയാഞ്ഞിട്ടല്ല. ഇന്ന അലൈനാ ലൽ ഹുദാ. നേർവഴി അറിയായിട്ട, നേർവഴി ബോധ്യമാകാഞ്ഞിട്ടാണോ? ബോധ്യമാകാഞ്ഞിട്ടല്ല. അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വീകരിക്കേണ്ട മേഖലകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ അബൂലഹബിന് കൂട്ടത്തില് കാര്യം പറഞ്ഞിട്ട് തിരിയാഞ്ഞിട്ടാണെങ്കിൽ നാ ഒറ്റക്കൊന്ന് മനസ്സിലാക്കി കൊടുക്ക, ബാപ്പാന്റെ സഹോദരനല്ലേ എന്ന് കരുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്ന് തങ്ങളോട് മാത്രം സഫാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അബൂലഹബാണല്ലോ ആദ്യമായിട്ട് പ്രതികരിച്ചത്, നാശത്തിന്റെ വാക്ക് പറഞ്ഞ് പ്രതികരിച്ചത്. ആ മൂത്താപ്പാന്റെ അടുത്തേക്ക് സ്വകാര്യമായി ചെന്നിട്ട് ഞാൻ പകല് പറഞ്ഞ ആ കാര്യം ഒന്നുകൂടി പറയാൻ വേണ്ടി വന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂലഹബ് കണ്ടപ്പോ ചിന്തിച്ചു, പകല് അങ്ങനെ പറഞ്ഞതിൽ ക്ഷമാപണം നടത്താൻ വേണ്ടി വന്നതായിരിക്കും. അന്ന് ആ സഫാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് പറഞ്ഞപ്പോ എല്ലാവർക്കും ഇടയിൽ വെച്ച് എന്റെ പ്രതികരണം കേട്ടിട്ട് വിഷമായിട്ട് പുറത്തിറങ്ങിയിട്ട് ക്ഷമാപണം നടത്താൻ വേണ്ടി വന്നതാണ് അബൂലഹബ് കരുതിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് അതിനല്ല. ഒറ്റക്ക് പറഞ്ഞാൽ സ്വീകരിക്കുമെങ്കിൽ, കൂട്ടത്തിലാകുമ്പോൾ മടിയുണ്ടെങ്കിൽ ഒറ്റക്കൊരു പ്രബോധനം നടത്തി നോക്കുക. അങ്ങനെ ഉണ്ടല്ലോ ഒരു വഴി. അതിനാണ് ഒറ്റക്ക് വീട്ടിലേക്ക് ചെന്നത്. അപ്പൊ ഞാൻ അത് ഒന്നുകൂടി പറയാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞപ്പോ
അബൂലഹബ് ഒന്നുകൂടി ഉശിര് കൂടിയിട്ട് ദേഷ്യം കൂടിയിട്ട് അബൂലഹബ് പറഞ്ഞു, ലാ ഊമിനു ബിക ഹത്താ യൂമിന ബിക ഹാദൽ ജദിയു. ഈ കിടക്കുന്ന ആട്ടിൻകുട്ടിയില്ലേ, 1 വയസ്സ് തികയാത്ത ആട്ടിൻകുട്ടി, ഈ ആടിന്റെ കുട്ടി വിശ്വസിക്കുന്നത് വരെ നിന്നെ ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എളുപ്പമായി മാർഗം. ഇനി ആട്ടിൻകുട്ടി പറഞ്ഞാൽ മതിയല്ലോ. ആടുകുട്ടിയോട് ചോദിച്ചു ഞാൻ ആരാണ്. ആട്ടിൻകുട്ടി ശരിയായ നിലക്കുള്ള അറബിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കോലത്തിൽ പറഞ്ഞു, അന്ത അബ്ദുല്ലാഹി വ റസൂലുഹു, അവിടുന്ന് അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശദീകരിച്ച് പറഞ്ഞപ്പോ സത്യം ബോധ്യപ്പെട്ട ഇന്നൊരു ഷഹാദത്തിന്റെ കുറവല്ലേ ഉള്ളൂ. പക്ഷെ അബൂലഹബ് ആ മാർഗല്ല ചെയ്തത്. അബൂലഹബ് അരിശം തീർക്കാൻ അകത്തുപോയി കത്തിയെടുത്തു കൊണ്ടുവന്ന് ആ ചെറിയ ആട്ടിൻകുട്ടിയുടെ 2 കൈകളും അറുത്തുമാറ്റി. അതിലേക്ക് സൂചിപ്പിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. കരങ്ങളെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. 2 കൈകളും പച്ചയിൽ മുറിച്ചങ്ങ് മാറ്റി. എത്ര വലിയൊരു സംഗതിയാണ്. സത്യം ബോധ്യപ്പെടാഞ്ഞിട്ട, ഹക്ക് തിരിയാഞ്ഞിട്ട. എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ട് ഹക്ക്. നമ്മുടെ നാട്ടിലെ ആളുകൾക്കും തിരിഞ്ഞിട്ടുണ്ട് സത്യേതാണെന്ന്. യുക്തിവാദികൾക്കും അല്ലാത്തവർക്കും തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും സ്വീകരിക്കോ? തിരിഞ്ഞവരൊക്കെ സ്വീകരിക്കോ? ഇല്ല സഹോദരങ്ങളെ. ഇന്ന അലൈനാ ലൽ ഹുദാ. അങ്ങനെ അറിഞ്ഞില്ല എന്ന് ആരും പറയാൻ പാടില്ല. അതെല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യം നമ്മളെ മേലാ ഉള്ളത്. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ഒന്നുകൂടി തീർച്ചപ്പെടുത്തി അല്ലാഹു തആല പറഞ്ഞു, വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. പരലോകവും ആദ്യത്തെ ലോകമായ ദുനിയാവും രണ്ടും നമുക്ക് അവകാശപ്പെട്ടതാണ്. പരലോകത്ത് ആരുടെയെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും വിചാരിച്ച രൂപത്തിൽ നടക്കില്ല. ദുനിയാവിലും അങ്ങനെ നടക്കില്ല. 2 ലോകത്തും ക്രയം ചെയ്യുന്നതും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും നമ്മളാണ്. 2ന്റെയും സൃഷ്ടാവായ നമ്മളാണ് കാര്യങ്ങൾ നീക്കുപോക്ക് നടത്തുന്നത്. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. പൂർണ്ണമായ അധികാരം എന്ത് ചെയ്യണം, പരലോകത്ത് ആർക്ക് സ്വർഗം കൊടുക്കണം, ആർക്ക് നരകം കൊടുക്കണം, ആരെ സ്വർഗത്തിലേക്കുള്ള വടിയിലേക്ക് എത്തിക്കണം, ദുനിയാവിൽ ആർക്കതിന് തൗഫീക്ക് കൊടുക്കണം, ആർക്ക് നരകത്തിലേക്കുള്ള മാർഗത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകണം. സത്യം ബോധ്യപ്പെട്ടാലും ചിലര് പരാജയത്തിന്റെ മേഖല മാത്രം തിരഞ്ഞെടുത്ത് നരകത്തിന്റെ സർവ്വ വടികളും അവർ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. ആ വടി ആർക്ക് കൊടുക്കണം? നമുക്കാണ് അതിന്റെ അധികാരമുള്ളത്, വേറെ ആർക്കും ഇല്ല. പരലോകത്ത് എത്തിയിട്ട് നമ്മുടെ അധികാരത്തിൽ കൈകടത്താനോ ദുനിയാവിൽ നമ്മുടെ അധികാരത്തിൽ കൈകടത്താനോ ഒരാൾക്കും അവകാശമില്ല. പൂർണ്ണാധികാരം അല്ലാഹുവിനാണ്. അത്തസറുഫൽ കുല്ലിയ. 2 ലോകത്തും ക്രിയവിക്രയം നടത്താൻ പൂർണ്ണ അധികാരം അല്ലാഹുവിനാണ്. എന്തേ ആ മനുഷ്യനെ അല്ലാഹു തആലാക്ക് അങ്ങനെ ആക്കിക്കൂടായിരുന്നില്ലേ, ഇങ്ങനെ ആക്കിക്കൂടായിരുന്നില്ലേ? അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഹിദായത്ത് അല്ലാഹു തആല നൽകുന്നതാണ്. അള്ളാഹു നൽകിയ ഹിദായത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിപോഷിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞപ്പോ 2 വഴികളും അള്ളാഹു തആല വേറിട്ട് വിശദീകരിച്ചിട്ട് അവസാനം അള്ളാഹു തആല തന്ന ഒരു താക്കീത് അത് ചെറുതല്ല. ഇന്ന അലൈനാ ലൽ ഹുദാ. ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എല്ലാവർക്കും അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആർക്കും തിരിയാഞ്ഞിട്ടല്ല. കുറച്ചാളുകൾ അങ്ങനെ കരുതുന്നത്, അവർക്കൊന്നും സത്യം മനസ്സിലാകാഞ്ഞിട്ടല്ലേ. അവരെ ശിക്ഷിക്കാൻ പാടുണ്ടോ? സാക്ഷാൽ അബൂജഹലിനും മനസ്സിലായിട്ടുണ്ട് ഹക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 1 വട്ടമാണോ, 2 പ്രാവശ്യമാണോ, 3 പ്രാവശ്യമാണോ? എത്ര പ്രാവശ്യം? പിന്നെ അവസാനം പറഞ്ഞ വാക്കെന്താ? മക്കയിലുണ്ടായിരുന്ന ഒരു വലിയ മല്ലൻ, എല്ലാവരെയും പിടിച്ച് തള്ളിയിടുന്ന ഒരു മല്ലൻ ഉണ്ടായിരുന്നു, റുഖാന. ആ റുഖാനക്കും സത്യം മനസ്സിലാക്കി കൊടുത്തില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? റുഖാന താമസിക്കുന്ന മലഞ്ചെരുവിലേക്ക് മക്കക്കാരും പോകൂല, പേടിയാണ്. കാരണം അടിച്ചിട്ട് തള്ളിയിടാൻ റുഖാനയെ പോലെ ഒരാൾ മക്കത്തില്ല. റുഖാന ചെറിയൊരു വകുപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബ വഴിയിലേക്ക് വന്നു ചേരുന്ന ഒരു കുടുംബക്കാരനുമാണ്.
അവിടേക്ക് ഒറ്റക്ക് പോയി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റുക്കാനവന്റെ ആടുകൾ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ ഒറ്റക്ക് ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ കാണാൻ തന്നെ, ക്ഷണിക്കാൻ തന്നെ. വേറെന്തിനാ? എന്നെ ക്ഷണിക്കാനോ? നല്ല ധൈര്യമാണല്ലോ നിങ്ങൾക്ക്. അതെ, എനിക്ക് ധൈര്യമാണ്. ധൈര്യത്തിന് എനിക്ക് കുറവൊന്നുമില്ല. എല്ലാവരെയും ക്ഷണിക്കാൻ അള്ളാഹു എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. നിങ്ങളെയും കൂട്ടത്തിൽ ക്ഷണിക്കണം. എല്ലാവരിലും പെട്ട ആളല്ലേ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനാ ഞാൻ വന്നത്. നമ്മളൊന്ന് മൽപ്പിടുത്തം നടത്തി നോക്കിയാലോ? മൽപ്പിടുത്തം വേണമെങ്കിൽ നടത്താം. എന്നാ നിങ്ങളെ ഇലാഹുകളെ വിളിച്ചോളൂ. റുക്കാന പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് സഹായം തേടിയിട്ടുണ്ട്, അള്ളാഹു എന്നെ സഹായിക്കുന്നു, എനിക്ക് ഉറപ്പാണ്. റുക്കാനന്റെ ഇലാഹുകളൊക്കെ വിളിച്ചു. റുക്കാനെ ഒറ്റയടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിയിട്ടു. അടിച്ചിട്ടല്ല, ഒന്ന് പിടിച്ചൊന്ന് താഴെ ഇട്ടു. റുക്കാന പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ആദ്യമാണ് മൽപ്പിടുത്തം നടത്തിയിട്ട് ഒരാള് എന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ താഴ്ഭാഗത്തും. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഗതിയില്ല. നിങ്ങളെ ഇലാഹ് നിങ്ങൾക്ക് വല്ലാത്ത കഴിവാണ് തന്നത്. നിങ്ങളൊന്ന് എഴുന്നേൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചു. ആദ്യഘട്ടത്തിലല്ലേ, രണ്ടാമതൊന്ന് നോക്കുക. രണ്ടാമതും നോക്കി, രണ്ടാമതും തള്ളിയിട്ടു. മൂന്നാമതൊന്ന് നോക്കുക, മൂന്നാമതും തള്ളിയിട്ടു. റുക്കാനയോട് പറഞ്ഞു, 3 പ്രാവശ്യം നിനക്ക് ബോധ്യപ്പെട്ടില്ലേ ഹക്ക് എന്റെ ഭാഗത്താണ്, അള്ളാഹുവിൽ നീ വിശ്വസിക്കണം. 3 അല്ല 30 അല്ല 300 അല്ല, എത്ര പ്രാവശ്യവും ഒരൊറ്റ തവണ പോലും വിജയിക്കാത്ത വിധം നിന്നെ താഴെയിടാനും തള്ളിയിടാനും റബ്ബ് സുബ്ഹാനഹു വ തആല അസീസാണ്. അല്ലാഹു ഹക്കീമാണ്. അല്ലാഹു അതിന് യോഗ്യനാണ്. അല്ലാഹു തആലക്ക് അതിന് കഴിവുണ്ട്. ആ കഴിവുകൾ അല്ലാഹു തആല നിന്നിൽ നിക്ഷേപിച്ച, നിന്നിൽ ആ കഴിവ് അല്ലാഹു തആല എനിക്ക് തന്നാൽ ആ ഖുദ്റത്ത് കൊണ്ട് ഞാൻ നിന്നെ താഴെ തള്ളിയിടും. ഒരു പ്രയാസവുമില്ല. പക്ഷേ ഞാൻ വന്നത് അതിനൊന്നല്ല, മൽപ്പിടുത്തം നടത്താനല്ല, സത്യമാർഗത്തിലേക്ക് നിന്നെ ക്ഷണിക്കാനാണ്. നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? റുക്കാന പറഞ്ഞു, എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ വരുന്ന കാര്യം ഒന്ന് ആലോചിക്കണം, വരുന്ന കാര്യം ഒന്ന് ചിന്തിക്കണം. കാരണം ഞാൻ ഈ മേഖലയിൽ അറിയപ്പെട്ട ഒരു മല്ലനാണ്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വന്നാൽ നിങ്ങളെ വിഷയത്തിൽ പേടിച്ചിട്ട് നിങ്ങളെ പിന്നാലെ വന്നതാ ആരെങ്കിലും പറഞ്ഞാലോ? കണ്ടോ, സത്യം ബോധ്യപ്പെടാഞ്ഞിട്ടല്ല. അപ്പോഴേക്ക് മക്കയില് വിഷയം പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒറ്റക്ക് റുക്കാനയുടെ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. പേടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി. അവര് പെട്ടെന്ന് വരികയാണ് ഈ മലമേഖലയിലേക്ക്. തങ്ങളിങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നപ്പോ അവര് പറഞ്ഞു, നബിയെ, തങ്ങൾ ഞങ്ങളാരെയും കൂട്ടാതെ ഒറ്റക്ക് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, എന്തെങ്കിലും സംഭവിച്ചോ? എനിക്കൊന്നും സംഭവിച്ചില്ല. റുക്കാനക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തു. ഞാൻ അവൻ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ പോയതാണ്. അവന്റെ മനസ്സതിന് പാകപ്പെട്ടില്ല. സത്യം തിരിയാഞ്ഞിട്ടല്ല, സത്യം അറിയാഞ്ഞിട്ടല്ല, ഉൾക്കൊള്ളാനുള്ള പ്രയാസം. അതിനാ സഹോദരങ്ങളെ തൗഫീഖിന് വേണ്ടി ദ്വാരക്കുക. എപ്പോഴും തൗഫീഖിന് വേണ്ടി ദ്വാരക്കുക. അതുപോലെ തന്നെ ഈമാനിന്റെ സബാത്തിന് വേണ്ടി ദ്വാരക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദായിമായി ദ്വാരുന്ന ദുആകളിൽ മഹാന്മാർ എണ്ണിപ്പറയുന്ന ദുആയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ്, മനസ്സുകളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ മനസ്സിനെ നിന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിർത്തി തരണേ അല്ലാ. ഏത് ചാബല്യങ്ങൾ വന്നാലും, ഏത് വിഷമഘട്ടങ്ങൾ വന്നാലും, എന്ത് പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും വന്നാലും മാറാത്ത രീതിയിലുള്ളൊരു സ്ഥൈര്യം എന്റെ മനസ്സിന് നീ തരണേ അല്ലാ. എപ്പോഴും നമ്മൾ ദ്വാരക്കേണ്ട ദ്വാകളിൽ ഒന്നാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, നിന്റെ വിശ്വാസത്തിന്, ദീനില് എന്റെ ഖൽബിനെ നീ നിർത്തി തരണേ അല്ലാ. അല്ലാഹു ഹിദായത്തിൽ നമ്മൾ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു തആല ബലപ്പെടുത്തി തരുമാറാകട്ടെ. താക്കീദിന്റെ സ്വരവുമായിട്ട് തുടരുന്ന കാര്യം ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ വലിയൊരു താക്കീദ്, ഫഅൻദർതുകും നാറൻ തലല്ലാ, നരകത്തെ വാണിംഗ് ചെയ്തുകൊണ്ട് ഒരു വിഷയം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബാക്കിയുള്ള വശങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കുറേ ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ രോഗം ബാധിച്ച് കിടക്കുന്ന പലരും ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത്, ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് പിരിയാം. നമ്മുടെ സദസ്സ് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.